എല്ലാവരും ശബ്ദം ഉയർത്തി പറഞ്ഞേ, പ്രിയ കർത്താവേ, ഇന്ന് പകൽക്കാലം അവിടുന്ന് എന്നോട് സംസാരിക്കണമേ. അങ്ങയുടെ വചനത്താൽ എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും ആയി തീരുമാറാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. നിൽക്കുമ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം കടന്നു വരിക. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 7-ാം വാക്യം, 2-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ആ സീരീസിന്റെ 4-ാമത്തെ ദൂതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ദ ഓവർകമേഴ്സ്, ജയിക്കുന്നവർ. ജയിക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. യെസ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് ആദ്യം നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അത് കഴിഞ്ഞിട്ട് 2-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ളതായ വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 21-7 വേദപുസ്തകം പറയുന്നു, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ജയിക്കുന്നവർക്കുള്ള അവകാശങ്ങൾ അത്രേ ഈ ദിവസങ്ങളിൽ ദൈവകൃപയാൽ സ്തോത്രം നാം ധ്യാനിക്കുന്നത്. ആത്മീയ ജീവിതം ജയത്തിന്റെ ജീവിതമാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. ആമേൻ. വേദപുസ്തകം ജയത്തിന്റെ പുസ്തകമാണ്. യേശു ജയിച്ചവൻ അത്രേ. അതുകൊണ്ട് തോൽക്കാൻ ദൈവം നമ്മെ വിളിച്ചില്ല. പരിഹസിക്കപ്പെടാനും നിന്ദിക്കപ്പെടാനും തകർക്കപ്പെടാനും ദൈവം നമ്മെ വിളിച്ചില്ല. ജയിപ്പാനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. 2-ാം അധ്യായം തുയഥൈരയിലെ സഭയിലെ ജയിക്കുന്നവനെ കുറിച്ച് കർത്താവ് എന്താ പറയുന്നത്? 2-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊരുമിച്ച് ശബ്ദമുയർത്തി വായിക്കാം. സ്തോത്രം. 2-ാം അധ്യായം 26 മുതൽ 29 വരെ ശബ്ദമുയർത്തി എല്ലാവരും വായിച്ചാട്ടെ. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 26-ാം വാക്യം പറയുന്നു, ജയിക്കുന്നവന് ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. 28-ാം വാക്യം, ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവരും ആമേൻ പറഞ്ഞാട്. ആ കരങ്ങളെ ചേൽപ്പിച്ച സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്. You may be seated in the presence of God. ദൈവസന്നിധി പ്രതീക്ഷയോടെ ഇരുന്നാട്. സ്തോത്രം. ജയിക്കുന്നവർ എന്ന് ആവർത്തിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ ദൈവസഭയെ നോക്കി പറയുകയാണ്. സ്തോത്രം. ആയിരക്കണക്കിന് വിശ്വാസികൾ കൊല്ലപ്പെടുന്നതായ ഒരു കാലഘട്ടത്തിൽ അത്രേ സ്തോത്രം ഇത് എഴുതപ്പെട്ടത്. സഭ അതിൻ്റെ ശക്തമായ പേഴ്സിക്യൂഷനിലൂടെ, ശക്തമായ സ്തോത്രം പീഡയിലൂടെ ദൈവത്തിൻ്റെ സഭ കടന്നു പോകുകയാണ്. ആയിരങ്ങൾ മൃഗങ്ങൾക്ക് ഇരയായിത്തീരുന്നു. വാളിനാൽ, ഈർച്ചവാളിനാൽ തകർക്കപ്പെടുന്നു. സ്തോത്രം. കൊടുങ്കാറ്റ് പോലെ സാമ്രാജ്യങ്ങൾ ദൈവസഭയെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്നു. എന്നാൽ ആ പ്രശ്നത്തിന്റെ നടുവിലും സ്തോത്രം ദൈവം ജയിപ്പിപ്പാൻ സ്തോത്രം തൻ്റെ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രശ്നങ്ങളുടെ നടുവിൽ അതെ ജയിച്ചതായ ദൈവത്തിൻ്റെ സഭ. നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അതിനെ ജയിപ്പാൻ അത്രേ ദൈവം അത് അനുവദിച്ചത്. പരീക്ഷ എഴുതാതെ അടുത്ത ക്ലാസ്സിലേക്ക് പോകുവാൻ കഴിയത്തില്ലല്ലോ. ഒരു പ്രശ്നം, ഒരു പരീക്ഷ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അടുത്ത ലെവലിലേക്ക് ഈ പട്ടണത്തിൽ നിങ്ങളെ കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടത്രേ നിങ്ങൾ ചോദിക്കാതെ ആ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം അനുവദിച്ചത്. ഇനി ദൈവം ആ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തേക്ക് അനുവദിച്ചെങ്കിൽ അതിനെ പരാജയപ്പെടുത്തുവാൻ നിനക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് നീ നിന്നെ അറിയുന്നതിനേക്കാൾ നിന്നെ നന്നായി അറിയുന്ന ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് കർത്താവിന് അനുവദിച്ചത്. തിരുവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ തുയഥൈരയിലെ സഭ സ്തോത്രം വെസ്റ്റേൺ ടർക്കിയിൽ, പാശ്ചാത്യ ടർക്കിയിൽ, ടർക്കിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ളതായ ഒരു പട്ടണമാണ്. പെർഗമസിനും സർദീസിനും ഇടയിലുള്ളതായ ഒരു പട്ടണമാണ്. ഈ സ്തോത്രം പട്ടണത്തിലെ ജയിക്കുന്ന സഭയെ നോക്കി പ്രധാനമായി 2 കാര്യങ്ങളാണ് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഒന്ന് ജാതികളുടെ മേലുള്ള അധികാരം, മറ്റൊന്ന് ഉദയ നക്ഷത്രം. ജാതികളുടെ മേലുള്ള അധികാരം, 2 ഉദയ നക്ഷത്രം. ആത്മീയ ജീവിതം
സ്തോത്രം എപ്പോൾ ആരംഭിക്കുന്നു പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ തന്നെ ദൈവത്തിന്റെ കൃപയാൽ അധികാരവും വെളിപ്പെടുകയാണ്. സ്തോത്രം. ആത്മീയ ജീവിതം അടിമ ജീവിതമല്ല. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അത് അധികാര ജീവിതമത്രേ. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. വേദപുസ്തകം പറയുന്നു, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം, ഈ മുന്നിലിരിക്കുന്ന സൺഡേ സ്കൂൾ കുട്ടികൾക്ക് പോലും കാണാതെ അറിയാം, യേശുവിനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളാകുവാൻ ദൈവം അവനക്ക് അധികാരം നൽകിയിരിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും സ്തോത്രം ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുന്നു. ഒരിക്കലും ചിന്തിക്കരുത് പ്ലാറ്റ്ഫോമിൽ മൈക്ക് പിടിച്ച് നിൽക്കുന്ന ഏതോ സൂപ്പർ സ്റ്റാർ ദൈവദാസന്മാർക്ക് മാത്രമുള്ളതാണ് അധികാരം. നോ, ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന മക്കളുടെ ബർത്ത് റൈറ്റ്, ജന്മ അവകാശമത്രേ ദൈവിക അധികാരം എന്ന് പറയുന്നത്. പഴയ നിയമത്തിലേക്ക് നോക്ക്. ദൈവത്തിന്റെ മകൻ എന്ന കോൺടെസ്റ്റിൽ ആദ്യം അറിയപ്പെട്ടവന് ആദാമത്രേ. ആദാമിനെ വേലക്കാരനായിട്ടല്ല ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചു വെച്ചത്. ആദാം ദൈവത്തിന്റെ ദാസനല്ല, ആദാം ദൈവത്തിന്റെ സ്നേഹിതനല്ല, പകരം ആദാം ദൈവത്തിന്റെ മകനത്രേ. യേശുവിന്റെ ലീനിയോളജി സ്തോത്രം നിങ്ങൾ വായിച്ചു വരുമ്പോൾ യോഹന്നാൻ സുവിശേഷം അതിന്റെ 3:38 പറയുന്നു, ആദാം ദൈവത്തിന്റെ മകൻ ആയിരുന്നു. ആദാം ദൈവത്തിന്റെ മകനായിരുന്നു. മകനായ ആദാമിനെ നോക്കി കർത്താവ് പറയുകയാണ്, ഉൽപ്പത്തി 1:27 സ്തോത്രം, ഈ ലോകത്തിലുള്ള സകലത്തിനെ നീ വാഴണം, സകലത്തിനെ നീ ഭരിക്കണം, സകലത്തിന്മേലും സ്തോത്രം നീ അടക്കി വാഴണമെന്ന് പറഞ്ഞ് അധികാരിയായി ദൈവം സ്തോത്രം ആദാമിനെ ആക്കി തീർത്തു. അതെ, അധികാരത്തിന്റെ ജീവിതം അത്രേ ആത്മീയ ജീവിതം. സ്ട്രീറ്റിൽ നിന്ന് ഒരു പോലീസുകാരൻ കൈ ഉയർത്തുമ്പോൾ വാഹനങ്ങൾ സ്തോത്രം നിർത്തുന്നു. തന്റെ മുഖത്തിന്റെ ഷേപ്പ് കണ്ടിട്ടല്ല, തന്റെ കുടുംബ മഹത്വമല്ല, തന്റെ വിദ്യാഭ്യാസമല്ല, പകരം ഗവൺമെന്റ് ആ പോലീസുകാരന്റെ കൈക്ക് പിന്നിൽ കൊടുത്തിരിക്കുന്ന അധികാരം കൊണ്ടാണ് നമ്മൾ എല്ലാവരും വാഹനം നിർത്തുന്നത്. ഇതേപോലെ തന്നെ ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്നതായ ദൈവിക അധികാരമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ മേൽ ഈ അധികാരം വന്നത്? അങ്ങ് ദൂരെ ആദാമിന് ദൈവം നൽകിയതായ അധികാരം എങ്ങനെയാണ് നമ്മുടെ മേൽ കടന്നു വന്നത്? യേശു കർത്താവ് ഈ പ്രകാരം പറഞ്ഞു. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യത്തിൽ, സ്വർഗത്തിലും ഭൂമിയിലും സർവ്വ അധികാരം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു കർത്താവ് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സാത്താനെ പോലെ തട്ടി എടുത്തതല്ല സ്തോത്രം യേശുവിന്റെ അധികാരം, പകരം പിതാവായ ദൈവം അവന് നൽകിയത് അത്രേ. തട്ടിയെടുത്തത് ഒന്നും നിലനിൽക്കത്തില്ല. നിങ്ങളുടെ വസ്തുവാകട്ടെ, നിങ്ങളുടെ സമ്പാദ്യമാകട്ടെ, ആരെങ്കിലും തട്ടിയെടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, അതൊന്നും നിലനിൽക്കത്തില്ല. ആരെങ്കിലും നിങ്ങളെ ചതിച്ചു എങ്കിൽ അധികാരമുള്ള യേശുവിൻ നാമത്തിൽ നിന്ന് 4 മടങ്ങായി നിങ്ങളിലേക്ക് മടങ്ങി തന്നെ ആകണം. എരിഹോ പട്ടണത്തിലെ ധനികനായ സ്തോത്രം അതെ സഖായി മാനസാന്തരപ്പെട്ടു. മാനസാന്തരത്തിനൊരു ഫലമുണ്ട്. മാനസാന്തരത്തിന്റെ ഫലം ചർച്ചിൽ വന്ന് കൈയടിക്കുന്നത് മാത്രമല്ല, ആ ചതിയൻ സഖായി മാനസാന്തരപ്പെട്ടപ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്, മറ്റുള്ളവരിൽ നിന്ന് ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഞാൻ തിരികെ കൊടുക്കാം. ദൂതിതാണ്, നിന്റെ ബിസിനസ് പാർട്ട്നേഴ്സ്, നിന്റെ ബന്ധുക്കൾ ആരെങ്കിലും നിന്നിൽ നിന്ന് എന്തെങ്കിലും ചതിച്ചെടുത്തെങ്കിൽ കണക്കിനെ പഠിച്ചവനല്ല, കണക്കിനെ ചമച്ചവനായ ദൈവം ഇന്ന് പകൽ നിന്നെ നോക്കി പറയുന്നു, അത് 4 മടങ്ങായി നിന്റെ ജീവിതത്തിലേക്ക് മടക്കി തരുന്നവനത്രേ കർത്താവ്. അതെ, സ്തോത്രം, ലൂസിഫറിൽ തട്ടിയെടുത്തു, പക്ഷെ അത് നിലനിന്നില്ല. എന്നാൽ ക്രൂശിലെ മരണം നിമിത്തം സ്തോത്ര കർത്താവ് യേശു ക്രിസ്തുവിന് ആ അധികാരത്തെ പിതാവായ ദൈവം നൽകി. ഈ മുന്നിലിരിക്കുന്ന കുട്ടികളെ നോക്കി ഞാൻ പറയട്ടെ, ക്രൂശ് ഇറ്റ്സ് എ പ്ലേസ് ഓഫ് വർക്ക്. അതൊരു എഫേർട്ട്, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് എഫേർട്ട് ആൻഡ് വർക്ക്. അതൊരു അധ്വാനത്തിന്റെ സ്ഥലം അത്രേ. നിങ്ങൾ കേട്ടോ മക്കളെ, പിതാവായ ദൈവം യേശുവിനെ ഉയർത്തിയത്, അവന്റെ കൈ ഒഴിഞ്ഞ കൈ ആകാതെ ദൈവിക അധികാരം നൽകിയത് അവൻ അധ്വാനിച്ചത് കൊണ്ടാണ്. അധ്വാനിച്ച സഹോദരങ്ങൾക്കായി സ്തോത്രം. അതെ, പഠിക്കുന്നവർ നന്നായി അധ്വാനിക്കട്ടെ, നന്നായി പഠിക്കട്ടെ എന്ന് സാരം. സ്തോത്രം, എത്രത്തോളം നിങ്ങൾ അധ്വാനിക്കുന്നു അത്രത്തോളമാണ് സ്തോത്രം അതെ ദൈവം നിങ്ങളെ മാനിക്കുന്നത്. അല്ലാതെ കഴിഞ്ഞ ആഴ്ച ഞാൻ ആരോട് പറഞ്ഞതുപോലെ ഓപ്പൺ ദ സ്കൈ ഗിവ് മീ എ പൈ ഓൺ മൈ തൈ എന്ന് പറയുന്നതല്ല ദൈവത്തിന്റെ പ്രമാണം. ആകാശം തുറന്ന് ചാക്ക് കെട്ടിനെ എന്റെ മടിമേൽ തട്ടണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അയ്യോ,
ദൈവാംഗങ്ങളെ മറ്റേ വാക്യം അറിയത്തില്ലയോ? സ്തോത്രം. ആകാശത്തിലെ പറവകളെ നോക്കുക, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകൾ സൂക്ഷിച്ചു വയ്ക്കുന്നുമില്ല എന്നേതായാലും മന്ദബുദ്ധി പറയുന്നെങ്കിൽ എന്റെ കർത്താവ് പറഞ്ഞു, വായും പിളർന്നിരുന്നാ മതി, ഞാൻ നിന്റെ വാക്യകത്ത് ദൂതനിലൂടെ ഇട്ടുതരാം എന്നല്ല കർത്താവ് പറഞ്ഞത്. പറവേ, നീ എഴുന്നേൽക്കണം, നീ പറക്കണം, നീ പുറത്തു പോകണം, നിന്റെ ആഹാരത്തെ നീ കണ്ടെത്തണം, നിന്റെ മാർഗിനെ നീ കണ്ടെത്തണം, നിന്റെ അഡ്മിഷനെ നീ കണ്ടെത്തണം. അതിനുവേണ്ടി നീ നന്നായി അധ്വാനിച്ചേ പറ്റത്തുള്ളൂ. യേശു കർത്താവ് ഉഴപ്പൻ ദൈവമല്ല, അവൻ അധ്വാനത്തിന്റെ കർത്താവ് അത്രേ. ഗദശമന തോട്ടത്തിൽ അവൻ അധ്വാനിച്ചു, അതുകൊണ്ടത്രേ അവന്റെ വിയർപ്പ് പുറത്തേക്ക് വന്നത്. ഗദശമനയിലെ അധ്വാനം കഠിനമായിരുന്നു, അതുകൊണ്ടാണ് വിയർപ്പ് സ്തോത്രം തുള്ളി രക്തത്തുള്ളിയായി പുറത്തേക്ക് വന്നത്. ക്രൂശർ അധ്വാനത്തിന്റെ സ്ഥലമായിരുന്നു. യേശു കർത്താവ് പിശാചിന്റെ തലയെ തകർത്തു, പാതാള ഗോപുരങ്ങളെ ചെയ്യിച്ചു, അവനെ പരസ്യ കാഴ്ചയാക്കി. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-15 വേദപുസ്തകം പറയുന്നു, he became an open spectacle. പിശാചിനെ സ്തോത്രം, അതെ, പിശാചിനെ അവൻ പരസ്യ കാഴ്ചയാക്കി. openly show off them. സ്തോത്രം. അതെ, പരസ്യ കാഴ്ചയാക്കി. അതെ, പരസ്യ കാഴ്ചയാക്കി. ആരുടെ മുൻപിലാണ് പരസ്യ കാഴ്ചയാക്കിയത്? കേൾക്ക, പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് 2-ാം അധ്യായത്തിൽ ആ പരസ്യ കാഴ്ച എന്ന വാക്ക് എഴുതുമ്പോൾ അന്ന് നിലനിന്നതായ ഒരു കാര്യാധിയായിരുന്നു. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോൾ അവിടുത്തെ രാജാവിനെ ബന്ദിയാക്കും. രാജാവിനെ ബന്ദിയാക്കിയിട്ട് ആ തോറ്റ രാജ്യത്തിന്റെ നടുവിലൂടെ അദ്ദേഹത്തെ സ്തോത്രം നടത്തും. ചങ്ങലക്കിട്ട് ചിലപ്പോൾ അംഗവൈകല്യം എന്തെങ്കിലും സ്തോത്രം സംഭവിപ്പിച്ച്, ചിലപ്പോ കയ്യോ കാലോ തല്ലി ഓടിപ്പിച്ച് അദ്ദേഹത്തെ തന്റെ രാജ്യത്തിലെ പരാജയപ്പെട്ട പ്രജകളുടെ നടുവിലൂടെ ഇതാ ജയിച്ച സൈന്യം കൊണ്ടുവരും. അപ്പോൾ തലതാഴ്ത്തി ആ ജനം നിൽക്കും. സ്തോത്രം. അദ്ദേഹത്തിന്റെ പട്ടാളം ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കും, കാരണം അവർ പരാജയപ്പെട്ടവരാണ്. എന്നാൽ ജയത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പരാജയപ്പെട്ട രാജാവിനെ കണ്ടിട്ട് ജയിച്ച രാജാവിന്റെ മുൻപിൽ ജനമിതാ ആഘോഷഘോഷം ഉയർത്തും. എക്സാക്ട്ലി അത് നാച്ചുറലി സംഭവിച്ചത്. സ്പിരിറ്റ് മണ്ഡലത്തിൽ, ആത്മമണ്ഡലത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ഓ, സങ്കീർത്തനം 68:18, എഫേസ്യ ലേഖനം 4:8, അവൻ കയറി എന്ന് വരുന്നതിനാൽ അവൻ ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ദൈവത്തിന്റെ കുഞ്ഞാടായി കാൽവരി ക്രൂശിന്മേൽ തൂങ്ങി നിന്നവൻ യഹൂദാ ഗോത്രത്തിലെ സിംഹമായി അവനിതാ അധമ പാതാളത്തിലേക്ക് ഇറങ്ങി. എല്ലാ വാഴ്ചകളും, എല്ലാ അധികാരങ്ങളും, എല്ലാ ദുർഭൂതങ്ങളും, എല്ലാ ശാമങ്ങളും, എല്ലാ മന്ത്രവാദ ശക്തികളും, എല്ലാ വിചാരക്രിയകളും, എല്ലാ ദുരാത്മാക്കളും, ദേശത്തിന്റെ സകല വാഴ്ചകളും അധികാരങ്ങളും നോക്കിയിരിക്കെ രഹസ്യത്തിലല്ല പരസ്യത്തിൽ യഹൂദാ ഗോത്രത്തിലെ സിംഹം പഴയ പാമ്പായ സാത്താന്റെ തലയെ തകർത്തു. സ്തോത്രം. അതെ, ലോകത്തിൽ എവിടെ നിന്നും രഹസ്യത്തിലല്ല പറയേണ്ടത്. സാത്താന്റെ തലയെ സ്തോത്രം യേശു കർത്താവ് തകർത്തെന്ന് രഹസ്യത്തിലല്ല പറയേണ്ടത്, അത് പരസ്യത്തിലത്രേ പറയേണ്ടത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പിശാചിനെ പരസ്യകോലമാക്കി. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, തുറച്ചു നോക്കുന്ന കണ്ണുകളുടെ മുമ്പിൽ നീയും ഞാനും ഒരു കാരണവശാലും പരസ്യകോലം ആകുകയില്ല. നിന്നെ ഒരിക്കലും പരസ്യകോലമാകില്ല. പകരം നിന്റെ ജയം ദൈവത്തിന്റെ കൃപയാൽ പരസ്യമത്രേ. നിന്റെ ജയം അതെ രഹസ്യമല്ല, നിന്റെ ജയം പരസ്യമത്രേ. കാരണം നിന്റെ ശത്രുവായ സാത്താന്റെ തലേ പരസ്യമായി യേശു കർത്താവ് ക്രൂശിന്മേൽ വെച്ച് തകർത്ത് കളഞ്ഞു. സന്തോഷമുള്ളവർ കരങ്ങളെ അടിച്ചറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കൊടുത്തേ. പരാജയപ്പെട്ട മണ്ഡലത്തിൽ നിന്ന്, പരാജയപ്പെട്ട രാജ്യത്തിൽ നിന്ന് ജയത്തിന്റെ രാജ്യത്തിലേക്ക് ജയിച്ച രാജാവ് തോറ്റ രാജാവിനെ ബന്ദിയാക്കി കൊണ്ടുവരുന്നെങ്കിൽ തിരുവചനം പറയുന്ന 3 മണ്ഡലങ്ങളിൽ അത്രേ യേശു കർത്താവ് സാത്താനെ പരാജയപ്പെടുത്തി ആ ജയത്തെ ആഘോഷിച്ചത്. ഒന്ന് സ്തോത്രം പാതാളത്തിൽ. പാതാളത്തിൽ ഇന്ന് രാത്രി പോയി, ഇന്ന് പകലും പോയി യേശു എന്ന് പറയുമ്പോൾ സകല ദുരാത്മാക്കൾ ഉറയ്ക്കും, എല്ലാ ക്യാൻസറും നടുങ്ങും, എല്ലാ ശാമങ്ങളും നടുങ്ങും, എല്ലാ മന്ത്രവാദ ശക്തികളും ക്ഷുദ്ര പ്രയോഗങ്ങളും എല്ലാ ദുരാത്മാവിന്റെ ശക്തികളും ആ 2 പേര്, 2 അക്ഷരമുള്ള പേര് യേശു എന്ന് പറയുമ്പോൾ ഇന്ന് പകലും സ്തോത്രം നടുങ്ങിക്കൊണ്ടിരിക്കുന്നു. കാരണം പാതാളത്തിൽ സകല നാമത്തിന് മേലായ നാമം യേശുവിന്റെ നാമം മാത്രമേ. ആമേൻ. 2ാമത്തെ മണ്ഡലം അത്രേ ഭൂമി. ഭൂമിയിൽ ഏറ്റവും വലിയ നാമം അഡോൾഫ് ഹിറ്റ്ലർ അല്ല, അലക്സാണ്ടർ ദ ഗ്രേറ്റ് അല്ല, നെപ്പോളിയൻ ബോണപ്പാർട്ട് അല്ല, HIV പോസിറ്റീവ് അല്ല, ലുക്കീമിയ അല്ല. The name of all other name in heaven and earth and under the earth. Oh, at the name of Jesus every knee shall bow and every tongue shall confess Jesus Christ is Lord. Oh, സ്തോത്രം. ഭൂമിയിലും സകല നാമത്തിന് മേലായ നാമം യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. ഇന്ന് പകലും യേശുവിന്റെ നാമത്തിന് മുൻപിൽ ക്യാൻസറുകൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിന് മുൻപിൽ പർവ്വതം പോലെയുള്ള പ്രശ്നങ്ങൾ സമനിലമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. കാരണം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ശക്തിയുണ്ട്, വിടുതലുണ്ട്.
ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 10:43 വേദപുസ്തകം പറയുന്നു, സകല പ്രവാചകന്മാരും യേശുവിന്റെ നാമത്തെ നോക്കി സാക്ഷ്യം പറയുന്നു. ഏഴാമനായ ഹാനോക്ക് തുടങ്ങി പഴയ നിയമത്തിലെ ഒടുവിലത്തെ കണ്ണിയായ യോഹന്നാൻ സ്നാപകൻ വരെ ഇപ്രകാരം സാക്ഷ്യം പറയുന്നു, അവന്റെ നാമത്തിൽ. അർത്ഥം, യേശുവിന്റെ നാമത്തിൽ പാപമോചനമുണ്ട്. യേശുവിന്റെ നാമത്തിൽ പാപമോചനമുണ്ട്. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഒരു മുടന്തൻ, അതേ സ്തോത്രം, ഒടിഞ്ഞു മടങ്ങിയിരുന്നു. പക്ഷേ അവനിതാ കുതിച്ച് ചാടി എഴുന്നേറ്റ് നടന്നപ്പോൾ പത്രോസിനെയും യോഹന്നാനെയും ഇതാ സ്തോത്രം ജനം അതിശയത്തോടെ യെരൂശലേം പട്ടണത്തിൽ നോക്കിയാണ്. ഉടനെ അപ്പോസ്തല പ്രവൃത്തി 3 പത്രോസും യോഹന്നാനും പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ട്, അവന്റെ നാമത്തിൽ. അർത്ഥം, യേശുവിന്റെ നാമത്തിൽ അത്രേ ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായത്. ഇന്ന് പകൽക്കാലം ബലഹീനമായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വെബ് സ്ട്രീമിൽ കിടന്നുകൊണ്ട് കിടരോഗിയായ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ, എനിക്ക് നിനക്ക് മധ്യത്തിൽ സൗഖ്യദായകനായ ദുർബലന്മാരെ ബലവാന്മാരാക്കി തീർക്കുന്ന യേശുവിന്റെ ബലം വ്യാപരിക്കുന്നു. Oh, there is power in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ശക്തിയുണ്ട്. നിന്റെ ബലഹീനത ബലമായി തീരട്ടെ. അപ്പോസ്തല പ്രവൃത്തി 16 സ്തോത്രം, അതേ യൂറോപ്പിന്റെ തെരുവിലൂടെ പൗലോസും ശീലാസും ഇതാ നടന്നു പോകുന്നതായ സമയത്ത് 1 2 3 പല ആവർത്തി ആ സ്ത്രീ സ്തോത്രം, ആ ഭൂതം വെളിച്ചപ്പാടത്ത് വിളിച്ചു പറഞ്ഞു, രക്ഷാമാർഗം വിളിച്ചു പറയുന്നതായ ദൈവത്തിന്റെ ദാസന്മാരത്രേ. ദൈവത്തിന്റെ വിടുതലിന്റെ വചനം തന്റെ നാവിൽ കിട്ടിയപ്പോൾ പൗലോസ് മുഷിഞ്ഞ് അവരെ തിരിഞ്ഞു നോക്കി. തന്റെ സംഘടനയുടെ നാമത്തിലല്ല, തന്റെ ദേശത്തിന്റെ നാമത്തിലല്ല, തന്റെ ഗുരുവായ ഗമാലിയന്റെ നാമത്തിലല്ല, പകരം സകല നാമത്തിന് മേലായ ദാസനെ യേശുവിന്റെ നാമത്തിൽ, ഹേ ദുർഭൂതമേ, നീ വിട്ടുപോ എന്ന് താൻ പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ആ ഭൂതം പോയത് പിന്നെ തിരികെ കയറിയതേ ഇല്ല. കാരണം യേശുവിന്റെ നാമത്തിൽ ശക്തിയുണ്ട്. അതുകൊണ്ട് സ്തോത്രം, ഭൂമിയിലും ഇന്ന് പകൽ സ്തോത്രം ഏറ്റവും വലിയ നാമം യേശുവിന്റെ നാമം അത്രേ. സ്വർഗത്തിലേക്ക് കടന്നുപോയാൽ ലക്ഷോപലക്ഷം കോടാനുകോടി ദൈവത്തിന്റെ ദൂതന്മാർ രാത്രിയും പകലും ഇടതടവില്ലാതെ ഈ പ്രകാരം വിളിച്ചു പറയുന്നു, ഓ അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. അതേ പ്രിയ സഹോദരി സഹോദരന്മാരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് പരസ്യമായി സാത്താന്റെ തലയെ തകർത്ത് പാതാള ഗോപുരങ്ങളെ ജയിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് യേശുവിന്റെ നാമം അത് പരാജയ നാമമല്ല, അധികാരനാമമാണ്. 4 പേരെ തൊട്ട് പറ, അധികാരത്തിന്റെ നാമം. പെട്ടെന്ന് പറഞ്ഞാട്ടെ, അധികാരത്തിന്റെ നാമം. ഓ യേശുവിന്റെ നാമം, ഇറ്റ്സ് എ നെയിം ഓഫ് അതോറിറ്റി. ഒരു ദൈവത്തിന്റെ പൈതൽ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്ന് യേശുവിന്റെ നാമം എന്ന് പറയുമ്പോ കുഞ്ഞെ, നീ ആത്മാവിൽ കാണേണ്ടത് ആ ദേശത്തിനെ അധിപതി കാറ്റത്ത് ഇളകി ആടുന്നതായി ഇല പോലെ അവിടെ ഇരുന്ന് വിറക്കുകയാണ്. കാരണം യേശുവിന്റെ നാമം അധികാരനാമം അത്രേ. ആമേൻ. അവനെ പോലെ ആരുമില്ല. നമ്മൾ 100 കണക്കിന് പ്രാവശ്യം പാടിയിട്ടുണ്ട്, യേശുവെ പോലെ ആരുമില്ല. അത് സത്യമാണ്. ഓ ദൈവത്തെ പോലെ, യേശുവിനെ പോലെ വേറൊരു ദൈവം ഇല്ല. യെശയ്യാ പ്രവചനം 45:22 കർത്താവ് ഈ പ്രകാരം പറഞ്ഞു, സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവൻ, ഞാനല്ലാതെ ഒരു ദൈവവുമില്ലല്ലോ. ഞാനല്ലാതെ വീമ്പിളക്കുകയല്ല, ഉള്ള കാര്യം പറയാ, ഞാൻ അല്ലാതെ ഒരു ദൈവമില്ലല്ലോ. നമ്മളിറങ്ങി ഞാനെന്ന് പറയാൻ അവകാശമില്ല. പക്ഷെ അതിനേക്കാളുപരി അവന് പറയാൻ എല്ലാ യോഗ്യതയുണ്ട്. ഞാൻ 4000 വർഷങ്ങൾക്ക് മുമ്പ് കത്തുന്ന മുൾപ്പഴുപ്പിനരികിലേക്ക് ഇതാ സ്തോത്രം വിക്കനായ മോശ കയറി ചെന്ന്, നീ ആരാകുന്ന കർത്താവേ എന്ന് വിക്കി ചോദിക്കുമ്പോൾ ആ തീയിൽ നിന്നൊരു ശബ്ദം പുറപ്പെട്ടു, ഞാനാകുന്നു. പഴയ നിയമത്തിൽ മുൾപ്പടപ്പിൽ ഞാനാകുന്നു എന്നാണ് ചെയ്ത ദൈവം. കാലസമ്പൂർണതയെങ്കിൽ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി നിന്ന് ലോകം മുഴുവൻ കേൾക്കെ യോഹന്നാൻ സുവിശേഷത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു, ഞാനാകുന്നു. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. 7 അത് ദൈവത്തിന്റെ സംഖ്യ അത്രേ. അവൻ പൂർണ്ണനായി അവനാകുന്നു. അവനെ പോലെ വേറെ ആരുമില്ല. ഈ പകൽകൾക്ക് എത്ര വലിയ പ്രതിസന്ധിയിൽ നീയെങ്കിലും, എത്ര വലിയ കെട്ടിൽ നീ കിടന്നാലും സ്തോത്രം, എന്റെ കർത്താവിനെ പോലെ വേറെ ആരുമില്ല. നീ അത് അനുഭവിപ്പാൻ പോകുകയാണ്. നീ രോഗിയെങ്കിൽ അവൻ സൗഖ്യദായകനാണ്. നീ പ്രതിസന്ധിയിലെ അവൻ വിടുതലിന്റെ ദൈവമാണ്. നീ താഴ്വരയിലുള്ളവൻ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. ഏറ്റവും വലിയ പ്രശ്നത്തിൽ അവൻ സ്തോത്രമാണ്. തക്ക സമയത്ത് നിന്നെ ബലമുള്ള കയ്യാൽ ഉയർത്തുന്നവൻ അത്രേ. യേശു കർത്താവ് ഒരു വശത്ത് യോഹന്നാൻ സുവിശേഷത്തിൽ ദൈവപുത്രൻ എന്ന് തെളിയിക്കുമ്പോൾ
ഞാൻ എന്ന് പറഞ്ഞത് 7 പ്രസ്താവനയ്ക്ക് ബന്ധപ്പെട്ട് 7 അത്ഭുതങ്ങളും മറുവശത്ത് ചെയ്തു. രണ്ടും തമ്മിൽ ബന്ധമുണ്ട്, മറന്നു പോകല്ലേ. കേട്ടിട്ടില്ല? കണ്ണും ചെവിയും ഹൃദയവും തുറന്ന് കേട്ടിരിക്കട്ടെ. ഒരു വശത്തെ 7 പ്രാവശ്യം ഞാൻ എന്ന് പറയുമ്പോൾ മറുവശത്ത് അതേ സുവിശേഷത്തിൽ കർത്താവ് ചെയ്തതായ 7 അത്ഭുതങ്ങൾക്ക് തമ്മിൽ ബന്ധമുണ്ട്. നമ്പർ 1, ഒന്നാമത്തെ അത്ഭുതം നോക്ക്. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെ വെള്ളം വീഞ്ഞായി തീരുകയാണ്. വെള്ളം വീഞ്ഞായി തീരുകയാണ്. സ്തോത്രം. കർത്താവേ, നീ എന്തിനാണ് വെള്ളത്തെ വീഞ്ഞാക്കിയത്? നീ എന്തിനാ വെള്ളത്തെ വീഞ്ഞാക്കിയത്? സ്തോത്രം. യോഹന്നാൻ 15:1 അതിന്റെ ഉത്തരം കിടക്കുന്നു. കർത്താവ് പറയും, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയത്രേ. ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയായതുകൊണ്ടത്രേ സ്തോത്രം ഞാൻ വെള്ളത്തെ വീഞ്ഞാക്കി തീർത്തത്. കേട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യോഹന്നാൻ സുവിശേഷം വീണ്ടും പരിചയപ്പെടുത്തുന്നു. യേശു ദൈവപുത്രൻ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് 20-ാം അധ്യായം അതിന്റെ 30-31 വാക്യങ്ങൾ പറയുന്നു. യോഹന്നാൻ സുവിശേഷം എഴുതിയിരിക്കുന്നത്, ഇന്ന് പകലും യേശു ദൈവപുത്രൻ എന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ അവനിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് വേണ്ടി അത്രേ യോഹന്നാൻ സുവിശേഷം എഴുതിയിരിക്കുന്നത്. മാർബോട് ചേർന്നിരുന്ന പ്രിയനായ യോഹന്നാൻ സുവിശേഷം എഴുതിയത് സ്തോത്രം മത്തായിക്കും മർക്കോസിനും ലൂക്കോസിനും കഴിവില്ലാഞ്ഞിട്ടല്ല, പകരം മറ്റൊരു ആംഗിളിൽ താൻ പറയുകയാണ്. മറ്റുള്ളവർ അകന്നെന്ന് പറയുമ്പോൾ ഇവർ മാർബോട് ചേർന്ന് നിന്ന് അടുത്ത് നിന്ന് പറയുകയാണ്, യേശു ദൈവത്തിന്റെ പുത്രൻ. ഒരു വശത്ത് അവൻ വെള്ളത്തെ വീഞ്ഞാക്കി. കാര്യമെന്ത്? മറുവശത്ത് സ്തോത്രം നോക്കണമേ, അവൻ സ്തോത്രം യേശു അവൻ സാക്ഷാൽ മുന്തിരി വള്ളിയത്രേ. രണ്ടാമത്തെ അത്ഭുതം യോഹന്നാൻ 4:53. രാജഭൃത്യൻ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. രാജഭൃത്യൻ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ യേശു വന്ന് കാനയിൽ ഇരിക്കുകയാണ്. കാനയിലാണ് ഒന്നാമത്തെ അത്ഭുതം നടന്നത്. രണ്ടാമത്തെ അത്ഭുതം കാനയിൽ തന്നെ നടക്കുന്നു. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, രാജഭൃത്യൻ അങ്ങ് ദൂരെ 32 കിലോമീറ്റർ യാത്ര ചെയ്താണ് വരുന്നത്. 32 കിലോമീറ്ററുള്ള വഴിയിലൂടെയാണ് അവൻ വരുന്നത്. ലോങ് ഡിസ്റ്റൻസ് വേ, ലോങ് ഡിസ്റ്റൻസ്. സ്തോത്രം, അതേ ദീർഘ വഴിയിലൂടെയാണ് അവൻ വരുന്നത്. പക്ഷേ സ്തോത്രം കേൾക്കണമേ, അതേ ആ ജാതികൾപ്പെട്ടതായ രാജഭൃത്യൻ അവരുടെ സത്യം അറിഞ്ഞു. യേശു സൗഖ്യമാക്കുന്നവനാണ്. സ്തോത്രം. ആ വഴിയിലൂടെ 2 ദിവസമെങ്കിലും യാത്ര ചെയ്ത് കാണും. യാത്ര ചെയ്ത് അവൻ കടന്നു വരുമ്പോൾ സ്തോത്രം വഴിയിലൂടെ വന്നു. കാരണം സത്യം അറിഞ്ഞിട്ടാണ് അവൻ വന്നത്. കാരണം എന്താ? തന്റെ മകനിതാ മരിപ്പാറായി കിടക്കുന്നു. സ്തോത്രം. യേശുവിന്റെ അടുക്കലേക്ക് ഇത്രയും ദൂരം 32 കിലോമീറ്റർ വഴിയിലൂടെ യാത്ര ചെയ്ത് സത്യത്തെ അറിഞ്ഞ് യേശുവിനോട് പറയുമ്പോൾ ജീവന്റെ ശബ്ദം യേശുവിൽ നിന്ന് പുറപ്പെട്ടു. നിങ്ങൾക്ക് മനസ്സിലായില്ല? 32 കിലോമീറ്റർ വഴി. സ്തോത്രം. യേശു കർത്താവ് സത്യം. സ്തോത്രം. അവൻ സൗഖ്യമാക്കുന്നവൻ സത്യമെന്ന് വെളിപ്പെട്ടു. യേശുവിൽ നിന്ന് ജീവന്റെ വചനം പുറപ്പെട്ടു. ആ രണ്ടാമത്തെ അത്ഭുതത്തിൽ കർത്താവ് തെളിയിച്ചു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവന. കരങ്ങളെ അടിക്കാൻ നിങ്ങൾ നേരെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ച്. മൂന്നാമത്തെ അത്ഭുതം വേദപുസ്തകം പറയുന്നു. മൂന്നാമത്തെ അത്ഭുതം 5-ാം അധ്യായം 2-ാം വാക്യം. 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ യോഹന്നാൻ സുവിശേഷത്തിൽ മൂന്നാമത്തെ അത്ഭുതം നടക്കുന്നത് യെരുശലേം പട്ടണത്തിനാണ്. യെരുശലേം പട്ടണത്തിന്റെ പല വാതിലുകളുണ്ട്. അതിൽ ഒരു വാതിൽ അത്രേ സ്തോത്രം ഷീപ്പ് ഗേറ്റ്, ആട്ടുവാതിൽ. എവിടെ എഴുതിയിരിക്കുന്നു? യോഹന്നാൻ 5:2. ആട്ടുവാതിലിനോട് ചേർന്ന് ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപങ്ങളുണ്ട്. വല്ലപ്പോഴും ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങും. ആ ദൂതൻ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യമാകും. എന്നാൽ യേശുവിനേക്കാൾ പ്രായമുള്ള ഒരു രോഗി അവിടെ കിടക്കുക. അയ്യോ സോറി, ആ രോഗിക്കല്ല പ്രായം, രോഗത്തിനാണ് പ്രായം. യേശുവിന് 33 വയസ്സേ ഉള്ളൂ. ആ രോഗത്തിന് 38 വർഷം പഴക്കമുണ്ട്. യേശു ജനിക്കുന്നതിന് 5 വർഷം മുമ്പേ ഇവൻ ഈ കട്ടിലിൽ വീണതാണ്. എവിടെയാണ് സ്ഥലം? ആട്ടുവാതിക്കൽ. കർത്താവ് യേശു കടന്നു വന്ന് ഇപ്രകാരം പറഞ്ഞു, 38 വർഷം ഈ കിടക്ക നിന്നെ താങ്ങിയത് മതി. ഇനി നേരെ തിരിച്ചു നടക്കട്ടെ. ആ കിടക്ക എടുത്ത് നീ നടക്ക്. കിടക്കെടുത്ത് നീ നടക്ക്. ഹല്ലേലൂയ. ആട്ടുവാതിലിനരികിൽ അത് നടന്നതുകൊണ്ട് നമുക്ക് ഇപ്രകാരം പറയാം, ഞാൻ വാതിൽ ആകുന്നു, ഞാൻ ആടുകളെ വാതിൽ ആകുന്നു. യോഹന്നാൻ 10:7 കർത്താവ് യേശു തെളിയിച്ചു, ഞാൻ ആടുകളെ വാതിലാകുന്നു. മനസ്സിലാക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. ഒരിക്കൽ കൂടെ ശക്തിയോടെ സ്തോത്രം. 4-ാമത്തെ അത്ഭുതം നിങ്ങൾക്ക് കാണുവാൻ കഴിയും പ്രിയ സഹോദരങ്ങളെ. 6-ാം അധ്യായം 13-ാം വാക്യം. 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, കർത്താവ് യേശു 5 അപ്പത്തെ 2 മീനിനെ
കരങ്ങളിലേക്ക് എടുത്ത് വാഴ്ത്തി നുറുക്കി സ്തോത്രം ശിഷ്യന്മാരുടെ കരത്തിൽ കൊടുത്തു. ശിഷ്യന്മാർ അത് വിളമ്പി കഷ്ടിച്ച് തികഞ്ഞു എന്നല്ല ബൈബിൾ പറയുന്നത്. ഒരിക്കൽ കൂടെ വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. കഷ്ടിച്ച് തികഞ്ഞു എന്നല്ല. ആരോ കുഞ്ഞിന്റെ ഫീസ് കൊടുക്കാതെ ഈ ദിവസങ്ങൾ വിഷമിക്കുന്നു. ഏതോ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പൈസയില്ലാതെ വഴിമുട്ടിയിരിക്കുന്നു. ആരോ കുഞ്ഞിന്റെ വിവാഹത്തിന് വേണ്ടി നെടുവേർപ്പോടെ കാത്തിരിക്കുന്നു. ആരുടെയോ ഭവനപ്പണി മുടങ്ങിയിരിക്കുന്നു. നൂറുകണക്കിന് ആവശ്യങ്ങളുടെ നടുവിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ സ്തോത്രം ഭാരപ്പെട്ട് ഇരിക്കുന്നു എങ്കിൽ ഇത് പകൽക്കാലം കരയുന്ന കാക്ക കുഞ്ഞിനും കാട്ടിലെ മൃഗത്തിനും അതതിന്റെ ആഹാരത്തെ നൽകുന്ന ദൈവത്തിന്റെ കൃപയാൽ നീ കേൾക്കുന്ന പ്രവചന ദൂതിന്റെ പ്രത്യേകത, എന്റെ കർത്താവ് കഷ്ടിച്ച് തികയ്ക്കുന്നവൻ അല്ല, അവൻ മിച്ചം നൽകുന്നവൻ അത്രേ. ഹല്ലേലൂയ. അവൻ മിച്ചം നൽകുന്നവനത്രേ. സ്തോത്രം. ആ കരങ്ങളൊന്ന് കണ്ടാട്ടെ, ആ കരങ്ങളൊന്ന് ഉയർത്തിയാട്ടെ, ആ കരങ്ങളൊന്ന് ഉയർത്തിയാട്ടെ. ഇത് ചോർച്ചയുടെ കരങ്ങളല്ല, ഇത് കഷ്ടിച്ച് തികയ്ക്കുന്ന കരങ്ങളല്ല, ഇത് മിച്ചമെടുക്കുന്ന കരങ്ങൾ അത്രേ. മിച്ചമെടുക്കുന്ന കരങ്ങൾ. 3 പേരെ തൊട്ട് പറ, മിച്ചം വരാൻ പോവാ. പറഞ്ഞാട്ടെ, മിച്ചം വരാൻ പോവാ. അതുകൊണ്ട് നീ മെച്ചമാകാൻ പോവാ. മിച്ചം വന്ന് നീ മെച്ചമാകാൻ പോവാ. ഞാൻ വീണ്ടും പറയാം, മിച്ചം വന്ന് നീ മെച്ചമാകാൻ പോകുക. 12 ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കൊട്ട അവൻ തികച്ചെടുത്തു. 5 അപ്പവും 2 മീനും വാഴ്ത്തി നുറുക്കി കൊടുത്ത് സ്തോത്രം ജീവന്റെ അപ്പമായവൻ 12 കൊട്ട തികച്ചെടുത്തിട്ട് അവൻ പറഞ്ഞു, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഞാൻ ജീവന്റെ അപ്പം അത്രേ. യോഹന്നാൻ 6:35, 48, 51 ഈ 3 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, യേശു കർത്താവ് ജീവന്റെ അപ്പമാണ്. സ്തോത്രം. 5ാമത്തെ അത്ഭുതം നോക്ക്. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 11 വരെ. ഇതാ പിറവിയിലെ കുരുടൻ സ്തോത്രം യേശുവിന്റെ അടുക്കലേക്ക് കടന്നു പോകുകയാണ്. പിറവിയിലെ കുരുടനാണെങ്കിൽ പ്രകാശം അവന്റെ അകത്ത് വന്നിട്ടില്ല. സ്തോത്രം. അവൻ ലൈറ്റ് കണ്ടിട്ടില്ല. അവൻ രാത്രിയിലാണ്, അവൻ ഇരുട്ടത്താണ് ജനിച്ചത്. പിറവിയിലെ കുരുടനാണല്ലോ. ഇരുട്ടത്താണ് അവന്റെ ജനനം, ഇരുട്ടത്താണ് അവന്റെ വളർച്ച. ഇരുട്ടത്ത് വളർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രശ്നത്തിന്റെ നടുവിൽ ഇരുട്ടത്ത് വളർന്നവർ ശ്രദ്ധിക്കുക. അവൻ ഇരുട്ടത്താണ് ജനിച്ചത്, അവൻ വളർന്നത് ഇരുട്ടത്താണ്. പക്ഷേ കർത്താവ് നിലത്ത് തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേര് അവന്റെ കണ്ണിൽ പൂശി ശിലോഹം എന്ന കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അവൻ കഴുകിയപ്പോൾ അവന്റെ കണ്ണ് തുറന്നു. കണ്ണ് തുറന്നപ്പോൾ അവൻ ലോകത്തിന്റെ വെളിച്ചമാക്കുന്ന യേശുവിനെ അവൻ കണ്ട്. ഇരുട്ടത്ത് ജനിച്ചവൻ, ഇരുട്ടത്ത് വളർന്നവൻ, സ്തോത്രം, ലോകത്തിന്റെ വെളിച്ചമാക്കുന്ന യേശുവിനെ കണ്ട്. ഞാൻ ആവർത്തിക്കട്ടെ, വെള്ളം വീഞ്ഞായെങ്കിൽ യേശു കർത്താവ് സ്തോത്രം സാക്ഷാൽ മുന്തിരിവള്ളിയായതുകൊണ്ടാണ്. യേശു കർത്താവ് അകലെ കിടന്നവനെ സൗഖ്യമാക്കിയെങ്കിൽ യേശു തന്നെ ഇന്നും വഴിയറിയാതെ, സത്യമറിയാതെ, മരണത്തിന് വഴിയായി തകർക്കപ്പെട്ട് കിടക്കുന്ന നിന്റെ ജീവിതത്തിൽ ജീവനും വഴിയും സത്യവും ജീവനുമായി വെളിപ്പെടേണ്ടതിന് അത്രേ. സ്തോത്രം. ആട്ടുവാതിക്കലിന്റെ അരികിൽ കിടന്നവനെ കർത്താവ് 38 വർഷക്കാലമുള്ളവനെ എഴുന്നേൽപ്പിച്ച് തെളിയിച്ചു. ആടുകൾ വാതിൽ ഞാൻ അത്രേ. സ്തോത്രം. 5 അപ്പത്തിൽ 2 മീനിനെ വാഴ്ത്തി നുറുക്കി കൊടുത്ത കർത്താവ് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പം അത്രേ. 9-ാം അധ്യായത്തിൽ സ്തോത്രം പിറവിയിലെ കുരുടനെ കണ്ണു തുറന്നിട്ട് കർത്താവ് തെളിയിച്ചു, ഞാൻ സ്തോത്രം ലോകത്തിന്റെ വെളിച്ചം അത്രേ. യോഹന്നാൻ 6:15 മുതൽ 21 വരെ. സ്തോത്രം. അതേ 6ാമത്തെ മറ്റൊരു അത്ഭുതം നടക്കുന്നു. വേദപുസ്തകം പറയുന്നു, ശിഷ്യന്മാരിതാ പടകിൽ യാത്ര ചെയ്യുകയാണ്. യേശു മലയിൽ പ്രാർത്ഥിക്കുകയാണ്. ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്യുന്നു. യേശു മലയിൽ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. വിളിച്ചിറക്കിയിട്ട് അവൻ മലയിൽ പോയി പ്രാർത്ഥിക്കുന്നു. വിളിച്ചിറക്കി അക്കരയ്ക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ട് മലയിൽ കയറിപ്പോയി അവൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ അവസ്ഥ പോലെ തന്നെ ഈ ലോകത്ത്, പ്രശ്നം നിറഞ്ഞ ഈ ലോകത്ത് നിന്നെ വിളിച്ചിറക്കിയിട്ട് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോ പറയുന്നു തിരമാല പൊങ്ങുന്നു, ആരോ പറയുന്നു കൊടുങ്കാറ്റ് വീശുന്നു, മുങ്ങാൻ സാധ്യതയുണ്ട്, ജീവിത പടക് ഉലയുന്നു. പക്ഷേ സൂക്ഷിച്ചു നോക്ക്, ജീവിതത്തിലെല്ലാം തീർന്നെന്ന് പറയുമ്പോൾ നിനക്കെതിരെ ഉയരുന്നതായ തിരമാലകളെ ചവിട്ടി താഴ്ത്തി, നിനക്കെതിരെ ഉയരുന്നതായ തിരമാലകളെ ചവിട്ടി താഴ്ത്തി നിന്നെ തകർക്കുവാൻ വരുന്ന കൊടുങ്കാറ്റിനും നിനക്ക് മധ്യത്തിൽ നിന്ന് യഹൂദ ഗോത്രത്തിലെ സിംഹമാകുന്ന നല്ല ഇടയൻ നിന്റെ അടുക്കലേക്ക് നടന്നു വരുന്നു. ആമേൻ. നല്ല നേതാവിന്റെ പ്രത്യേകത വഴിയെ ഇട്ടേച്ചു പോകുന്നവനല്ല, അവൻ വിളിച്ചിറക്കിയാൽ ഇട്ടുന്ന എത്തേണ്ട സ്ഥലത്ത് നിന്നെ എത്തിക്കുന്നവനത്രേ. യോഹന്നാൻ 10:10 വേദപുസ്തകം പറയുന്നത്, he is a good shepherd. അവൻ നല്ല ഇടയനത്രേ. അടുത്തിരിക്കുന്നവർക്ക് ഹൈ ഫൈ കൊടുത്ത് പറ, നല്ല ഇടയൻ. പെട്ടെന്ന് പറഞ്ഞാട്ടെ, നല്ല ഇടയൻ. കർത്താവ് തെളിയിച്ചു. സ്തോത്രം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, ഞാൻ തന്നെ ജീവന്റെ അപ്പം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവൻ, ഞാൻ തന്നെ ലോകത്തിന്റെ വെളിച്ചം, ഞാൻ നല്ല ഇടയൻ. സ്തോത്രം. അതേ അവസാനമായി യോഹന്നാൻ
യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ 1 മുതൽ 43 വരെ ഇതാ ലാസർ മരിച്ച കല്ലറയിലായിരിക്കുന്നു. 4 ദിവസം നാറ്റം വെച്ചിരിക്കുന്നു. ഡോക്ടേഴ്സ് എന്നോട് ഇപ്രകാരം പറഞ്ഞു, 4 ദിവസം ഒരുത്തൻ കല്ലറയിലിരുന്നാൽ സ്തോത്രം അവന്റെ മാംസം അസ്ഥികളിൽ നിന്ന് ഇളകിപ്പോകും, അവന്റെ ഇൻഡസ്ട്രൈൻ അവന്റെ കുടൽ മുഴുവൻ അഴുകി തുടങ്ങും. അങ്ങനെ അഴുകി നാറിയിരിക്കുകയാണ്. യേശു ഒരൊറ്റ വാക്ക് പറഞ്ഞു, ലാസറസ് കം ഫോർത്ത്. ഒറ്റ വാക്കിൽ ക്രിയേറ്റീവ് മിറക്കിൾ വെളിപ്പെട്ടു. ഒറ്റ വാക്കിൽ സൃഷ്ടിപരമായ അത്ഭുതം വെളിപ്പെട്ടു. യേശുവിന്റെ നാമത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത മാറ്റം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ യേശുവിൽ നിന്നുള്ള ഒറ്റ വാക്ക് മതി. യേശുവിൽ നിന്നുള്ള ഒരു വാക്ക് മതി. യുവാവേ, യുവതിയെ, സഹോദരനെ, സഹോദരിയെ, നിന്റെ ജീവിതം അപ്പാടെ മാറപ്പെടുക തന്നെ ചെയ്യും. കർത്താവ് യേശു ലാസറിനെ വിളിച്ചു പുറത്തിറക്കിയിട്ട് അവൻ തെളിയിച്ചു. യോഹന്നാൻ 11:25 ഞാൻ തന്നെ പുനർ ഉദ്ധാരണവും ജീവന്. I am the resurrection, I am the life. യേശു കർത്താവ് തെളിയിച്ചത് പല ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അതിൻ്റെ ഒന്നാണ് ഞാൻ. പല ജീവനുണ്ട്, അതിൽ ബ്രാഞ്ച് ഓഫീസ് ആണ് ഞാൻ എന്നല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞ പലതിൽ ഒന്നല്ല. പകരം അവൻ പറഞ്ഞു, ഞാൻ തന്നെ, ഞാൻ തന്നെ, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും. ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ സ്തോത്രം, യേശു തന്നെ ജീവന്റെ അപ്പം, യേശു തന്നെ തുറക്കപ്പെട്ട വാതിൽ, യേശു തന്നെ നല്ല ഇടയൻ, യേശു തന്നെ വഴിയും സത്യവും ജീവനും, യേശു തന്നെ ഇരുണ്ട ലോകത്തിൽ നിനക്ക് ജീവന്റെ വെളിച്ചം, യേശു തന്നെ നിന്റെ പുനരുദ്ധാരണവും ജീവനും. അവനെ പോലെ വേറെ ആരുമില്ല. ദുഷ്ടപിശാചേ, ഉന്നതന്മാരായ മനുഷ്യരെ കേൾക്ക്, എന്റെ യേശു അത്യുന്നതനത്രേ, അത്യുന്നതനത്രേ. ഓഫീസിൽ, ദേശത്തിൽ ഉന്നതന്മാർ നിന്നെ വരട്ടുന്നെങ്കിൽ ഓടിച്ചെന്ന് കുറുപ്രാവ് കുറുകുന്നത് പോലെ മുട്ടുമടക്കി പറഞ്ഞാട്ടെ, കർത്താവേ, ഉന്നതന്മാർ എന്നെ വരട്ടുന്നു, നീ അത്യുന്നതനെന്ന് തെളിയിക്കണമേ. കമാൻ, ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ഉന്നതന്മാർ എന്നെ വരട്ടുന്നു, നീ അത്യുന്നതെന്ന് തെളിയിക്കണമേ. ഉന്നതന്മാർ എന്നെ വരട്ടുന്നു, നീ അത്യുന്നതെന്ന് തെളിയിക്കണമേ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആ അധികാരം കർത്താവ് കയ്യിൽ വെച്ചതേയില്ല. കാൽവരി ക്രൂശിലെ മരണത്താൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ്, he hand over that authority to you after his resurrection. സ്തോത്രം. കാരണം യേശുവാണ് തല, നീയാണ് ശരീരം. ഉയർത്തെഴുന്നേൽപ്പോടെ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, നീ പിശാചിന്റെ കയ്യിലെ കളിപ്പാട്ടം അല്ല. സ്തോത്രം. ദൈവത്തിന്റെ അധികാരം നിന്റെ കയ്യിലുണ്ട്. നീ വാ തുറക്കുമ്പോൾ സ്വർഗം തുറക്കുകയാണ്, നീ കൈ നീട്ടുമ്പോൾ ഭൂതങ്ങൾ അലറി വിളിക്കുകയാണ്. അർജന്റീനയിൽ ഉണർവിന് വേണ്ടി ശക്തമായി ദൈവം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവദാസനാണ് കാർലോസ് അനക്കോണ്ടിയ. ഇന്ന് യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കാണുവാൻ ഗുണം കഴിയും. അർജന്റീനയിൽ എവിടെ ഇന്നും മീറ്റിംഗ്സിന് വേണ്ടി ആ ദൈവത്തിന്റെ ദാസൻ കടന്നു പോകുമോ അവിടെയുള്ളതായ മന്ത്രവാദികളെ പണി പോകും. ഒരിക്കൽ കൂടെ, അദ്ദേഹം മീറ്റിങ്ങിന് എവിടെയാണോ കാലുകുത്തുന്നത് അവിടെയുള്ളതായ മന്ത്രവാദികളുടെ പണി പോകുക. സമയമെടുത്തിരിക്കുന്നു. തിരുവനന്തപുരം പട്ടണത്തിൽ എല്ലാ മന്ത്രവാദികളും വെക്കേഷന് പോകട്ടെ. കാരണം നമ്മോട് കൂടെയുള്ളവൻ നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവനേക്കാൾ വലിയവൻ അത്രേ. കുറുക്കൻ പടകളെ ശ്രദ്ധിക്ക്, സിംഹം ഇറങ്ങിയിട്ടുണ്ട്. ആത്മീയ ജീവിതം അധികാരത്തിന്റെ ജീവിതം മാത്രമേ. എന്നാൽ ഈ അധികാരത്തിന്റെ മറ്റൊരു തലം കൂടെയുണ്ട്. എസ്കറ്റോളജിയിൽ, നിത്യതയെ സംബന്ധിച്ച് ആ അധികാരം എന്താണ്? വേദപുസ്തകം പറയുന്നു, സ്തോത്രം, 2-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 26-27 വാക്യത്തിൽ പറയുന്നു, ഞാൻ ജാതികളെ വാഴേണ്ടതിന് ജാതികളെ മേൽ അവർക്ക് അധികാരം നൽകുക. ജാതികൾ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് പ്രധാനമായി സാത്താന്യ മണ്ഡലം തന്നെയാണ്. മത്തായി സുവിശേഷം 17:21 യേശു മറുരൂപ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നു, ഞങ്ങൾക്ക് ആ ഭൂതത്തെ പുറത്താക്കാൻ പറ്റിയില്ല, നിനക്കേ പറ്റുള്ളൂ, എന്താ കാര്യം? യേശു പറഞ്ഞു 17:21 ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ ഈ ജാതി, ഒരിക്കൽ കൂടെ, ഉപവാസത്തിലും പ്രാർത്ഥനയിലുമല്ലാതെ ഈ ജാതി സ്തോത്രം മാറിപ്പോകുന്നില്ല. സാത്താന്യ മണ്ഡലത്തെ സ്തോത്രം ജാതി എന്ന് യേശു കർത്താവ് വിളിക്കുകയുണ്ടായി. കേൾക്ക്, ജാതി ബന്ധം എന്ന് പറഞ്ഞാൽ അത് സാത്താന്യ മണ്ഡലം തന്നെയാണ്. യെസ്, അത് നേഷൻസ് എന്നുകൂടെ പറഞ്ഞിരിക്കുന്നു, രാജ്യങ്ങൾ എന്നുകൂടെ പറഞ്ഞിരിക്കുന്നു. അധികാരം എന്ന പദം എവിടെ കേൾക്കുന്നു ഒട്ടനെ മനസ്സിലാക്കണം, അത് പിശാചിന് ദോഷം വരുത്തുന്നത് അത്രേ. നിങ്ങൾ കേട്ടില്ല? ഒരിക്കൽ കൂടെ, അധികാരം എന്ന പദം എവിടെ വരുന്നു അവിടെ പിശാചിന്റെ മേൽ നിനക്ക് ജയമത്രേ ഉണ്ടാകുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ആത്മീയ ജീവിതം അധികാരത്തിന്റെ ജീവിതം.
എന്നാൽ നിത്യതയെ സംബന്ധിച്ച് പറയുന്നു, ഞാൻ അവർക്ക് ജാതികളെ മേൽ അധികാരം നൽകുക. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? രാജ്യങ്ങളെ മേൽ അവർക്ക് എപ്പോഴാണ് അധികാരം വരുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, രാജാവ് വരുമ്പോൾ, 1000 ആണ്ട് ഈ ലോകത്തെ ഭരിക്കുമ്പോൾ, അന്ന് ദൈവത്തിന്റെ സഭ ഇവിടെ ശിപായികളല്ല, ദൈവത്തിന്റെ സഭ ജയിലല്ല, പകരം ദൈവത്തിന്റെ സഭ യേശുവിനോട് കൂടെ ഈ ലോകത്തെ ഭരിപ്പാൻ വേണ്ടി പോകുന്നു. അടുത്തിരിക്കുന്നവരെ തുറച്ചു നോക്കി ഗൗരവത്തിൽ ഹൈഫൈ കൊടുത്ത് പറ, നമ്മൾ ഭരണകക്ഷിയാണ്. പെട്ടെന്ന് പറഞ്ഞാട്ടെ, നമ്മൾ ഭരണകക്ഷിയാണ്. യെസ്, നമ്മൾ ഭരണകക്ഷിയാണ്, നമ്മൾ ഭരണകക്ഷിയാണ്. സ്തോത്രം. ഈ വെബ് സ്ട്രീം ആരൊക്കെ കാണുന്നു? ഐ വോണ്ട് കെയർ. ഞാൻ പറയട്ടെ, പഴയ മുഖ്യമന്ത്രി വന്നപ്പോൾ 5 വർഷം തികയ്ക്കാൻ എന്തോ പിടാപ്പാടാണെന്നോ, സോളാറാണ് പ്രശ്നം. ഈ മുഖ്യമന്ത്രി വന്നപ്പോൾ ലോ കോളേജാണ് പ്രശ്നം. പക്ഷെ ഞാൻ പറയട്ടെ, സ്തോത്രം, ഈ 5 വർഷമല്ല, 1000 വർഷം ഒരു രാജാവ് നീതിയോടെ ഈ ലോകം ഭരിക്കുവാൻ വേണ്ടി പോകുന്നു. 1000 വർഷം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-ാം വാക്യം വേദപുസ്തകം പറയുന്നു, 1000 വർഷം രാജാതി രാജാവായ കർത്താവായ യേശു ഈ ലോകത്തെ ഭരിക്കും. ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട് ദോസ് 1000 years. ആ 1000 വർഷത്തിൽ ഒരു വെടി പോലും കാശ്മീരിൽ പൊട്ടത്തില്ല. 1000 വർഷത്തിൽ ഒരൊറ്റ മനുഷ്യ ബോംബ് പോലും, സ്തോത്ര, ഗാസ മുനമ്പിൽ ചിതറത്തില്ല. 1000 വർഷത്തിൽ ഒരു സുനാമി വരത്തില്ല, ഒരു പ്രകൃതിക്ഷോഭം വരത്തില്ല. 1000 വർഷം, സ്തോത്രം, എല്ലാ മെഡിക്കൽ കോളേജും എല്ലാ ഹോസ്പിറ്റൽസും ശൂന്യ. പോലീസുകാർ എന്നെ കേൾക്കുന്നു, 1000 വർഷം നിനക്ക് പണിയില്ലെന്ന്. 1000 വർഷം പോലീസുകാർക്ക് പണിയില്ലെന്ന്. 1000 വർഷം മിലിറ്ററി ഓഫ് എന്ന്. 1000 വർഷം, സ്തോത്രം, ലോകത്തിൽ പ്രശ്നമില്ല. പട്ടാളം ആവശ്യം ഇല്ല. 1000 വർഷം മന്ത്രവാദികൾക്ക് ചുണ്ടനക്കാൻ കഴിയത്തില്ല. അവൻ വാതുറക്കാൻ പറ്റുന്ന ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രമായിരിക്കും, അല്ലാതെ മന്ത്രം പറവാൻ മന്ത്രവാദിയുടെ വായ് തുറക്കത്തില്ല. 1000 വർഷം. പ്രിയ സഹോദരി സഹോദരന്മാരെ, യെശയ്യാ പ്രവചനം 32:1 പറയുന്നു, ഒരു രാജാവ് നീതിയോടെ വാഴും. പല രാജാവല്ല, ഒരു രാജാവ്, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ദൈവാതി ദൈവം. ഹേ കമാൻ, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ദൈവാതി ദൈവം. 1 തീമോഥെയോസ് 6:16, ഒരു രാജാവ് നീതിയോടെ വാഴും. അവന്റെ പ്രഭുക്കന്മാർ ന്യായത്തോടെ ന്യായം വിധിക്കും. പ്രഭുക്കന്മാർ എന്ന് പറയുന്ന അർത്ഥം, സ്തോത്രം, ശ്രദ്ധിച്ചു കേൾക്കണം, വിശ്വാസികൾ അത്രേ, ദൈവദാസന്മാരത്രേ. ഈ ലോകത്തിൽ നീ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നീ എങ്ങനെയാണോ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന്റെ പ്രയോജനപ്പെടുന്നത്, അതനുസരിച്ചായിരിക്കും റാങ്ക്, അതായിരിക്കും, സ്തോത്രം, നിന്റെ ക്രെഡിബിലിറ്റി. സ്തോത്രം. ഹഡ്സൺ ട്രെയിലർ, സ്തോത്രം, അതെ, വില്യം കേറി, ഡേവിഡ് ലിവിങ്സ്റ്റൺ, ശക്തന്മാരായ മിഷണറിമാർ, വലിയ വലിയ ദൈവത്തിന്റെ ദാസന്മാർ. എനിക്ക് തോന്നുന്നു അവർ വലിയ ഗവർണേഴ്സ് ആയിരിക്കാം, അവർ വലിയ പ്രസിഡന്റ് ആയിരിക്കാം. സ്തോത്രം. നീ ശിവായി കിടകല്ല, തമ്പുരാന് വേണ്ടി പ്രയോജനപ്പെടണം, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം, ജനത്തിന് വേണ്ടി സുവിശേഷം പറയണം, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവസഭയിൽ പ്രയോജനമുള്ള പാത്രമായി നിൽക്കണം. എത്രത്തോളം അവന്റെ രാജ്യത്തിന് വേണ്ടി ഓടുന്നു, അതനുസരിച്ചായിരിക്കും നിന്റെ റാങ്ക് നിർണയിക്കപ്പെടുന്നത്. ഒരു രാജാവും നീതിയോടെ വാഴും. സ്തോത്രം. അങ്ങനെ ഒരു കാലം ഇതാ വരാൻ വേണ്ടി പോകുന്നു. സമാധാനത്തിന്റെ രാജ്യം, പ്രകൃതിക്ഷോഭമില്ലാത്ത രാജ്യം, പകർച്ചവ്യാധി ഇല്ലാത്ത രാജ്യം. സ്തോത്രം. ഈ ലോകത്തിൽ അതെ 1000 ആണ്ട് ആ രാജാവ് നീതിയോടെ ഈ ലോകത്തെ ഭരിപ്പാൻ വേണ്ടി പോകുന്നു. ആരോടൊപ്പം? സ്തോത്രം, ദൈവത്തിന്റെ സഭയോടൊപ്പം. കേൾക്കുന്നവർ, അത് അനുഭവിക്കുന്നവർ, അത് കാണുവാൻ പോകുന്നവർ 2 കരങ്ങളിൽ അടിച്ച് അറുക്കപ്പെട്ട കുഞ്ഞാടിന് ശക്തിയോടെ മഹത്വം കൊടുത്താണ്. 1-ാമത് തിരുവചനം പറയുന്നു, സ്തോത്രം, I will give the authority over the nations. ജാതികളെ മേൽ, ഈ ജയിക്കുന്നവന്, തുരത്തൈരാത് സഭയിൽ ജയിച്ചു വരുന്നവന് ഞാൻ ജാതികളെ മേൽ അധികാരം നൽകും. നല്ലത്. 2-ാമത് 29-ാം വാക്യത്തിൽ ഇപ്രകാരം പറയും, 28-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, I will give him a morning star. ഞാൻ അവന് ഉദയ നക്ഷത്രം കൊടുക്കാം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ഉദയ നക്ഷത്രം. ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ഉദയ നക്ഷത്രം. ഒരിക്കൽ കൂടെ, എന്താണ് ഉദയ നക്ഷത്രം? കർത്താവിന് പല പര്യായ പദങ്ങളുണ്ട്. യേശു കർത്താവിന് പല നാമങ്ങളുണ്ട്. അതിലൊന്നാണ് ശാരൂലിൽ പനിനീർ പുഷ്പം, മറ്റൊന്നാണ് താഴ്വരയിലെ താമരപ്പൂ, വേറെ ഒന്നാണ് ദൈവത്തിന്റെ കുഞ്ഞാട്, മറ്റൊന്നാണ് യഹൂദ ഗോത്രത്തിലെ സിംഹം. യെശയ്യാ വിളിക്കുന്ന 5 പേരുകളുണ്ട്. അത്ഭുതവാൻ, ആലോചനയിൽ കർത്താവ്, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. 100 കണക്കിന് ദാവീദിന്റെ മുള, എന്നിത്യാദി 100 കണക്കിന് നാമങ്ങൾ യേശുവിനെ കുറിച്ചുണ്ട്. അതിലൊന്നാണ്
നിന്റെ ജീവിതം ഇരുട്ടിന്റെ താഴ്വരയിലായിരിക്കുന്നെങ്കിൽ, നിന്റെ ജീവിതം ഇരുട്ടിന്റെ കൂരിരുട്ടിന്റെ അധ്യായത്തിലൂടെ പോകുന്നെങ്കിൽ, ആർക്കും പ്രവർത്തിപ്പാൻ കഴിയാത്തതായ, ഡോക്ടർമാർ കൈവിട്ട, ബന്ധുക്കൾ അകന്ന, എല്ലാവരും തീർന്നെന്ന് പറയുന്ന ഏറ്റവും വലിയ കൂരിരുട്ടിൽ നീ ആയിരിക്കുമ്പോൾ, ജീവിതത്തിന്റെ ചക്രവാളത്തിൽ എല്ലാം തീർന്നെന്ന് വെല്ലുവിളിക്കുന്ന ആ സമയത്ത് ജീവിതത്തിന്റെ ചക്രവാളത്തിൽ ഇതാ ഒരു ഉദയ നക്ഷത്രമായി യേശു കർത്താവ് നിനക്കായി ഉദിക്കുക. അനുഭവിച്ചാരേലുണ്ടോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ഈ ലോകത്തിൽ നിനക്ക് വേണ്ടി ഭൂജാതനായപ്പോൾ വേദപുസ്തകം പറയുന്നു, ഒരു നക്ഷത്രം ഉദിച്ചു. വിദ്വാൻമാരെ കുറിച്ച് തിരുവചനം പറയുന്നു, നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ഒരിക്കൽ കൂടെ, നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. കഴിഞ്ഞ ക്രിസ്മസിന് സ്റ്റാർ കെട്ടിയവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. വഴക്ക് പറയത്തില്ല, കരങ്ങൾ ഉയർത്തിയാട്ടെ. സ്തോത്രം. കഴിഞ്ഞ ക്രിസ്മസിന് സ്റ്റാർ കെട്ടിയവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ബാക്കിയുള്ളവരെല്ലാം കള്ളം പറയുകയാണ്, കർത്താവേ ഇപ്പം നീ വരല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. സ്റ്റാർ കെട്ടിയവർ കരങ്ങളൊന്ന് ഉയർത്തിയാട്ടെ. 5 മുക്കുള്ള സ്റ്റാർ ആണെങ്കിൽ ആ കരങ്ങളൊന്ന് ചലിപ്പിച്ചാട്ടെ. 5 മുക്കുള്ള മക്കളെ ഇനി കെട്ടല്ല, ഇനി കെട്ടത്തില്ല എന്നാണ് ഇങ്ങനെ നീ പറഞ്ഞത്. ഇനി ഞാൻ കെട്ടത്തില്ല, 5 മുക്കുള്ളത് കെട്ടത്തില്ല. കാര്യം എന്താണെന്നറിയോ? സ്തോത്രം. അതെ, സാത്താന്യ പള്ളിക്കാർ, സാത്താനെ ആരാധിക്കുന്നവർ, അവരുടെ ആരാധന തുടങ്ങും മുമ്പ്, അവൻ്റെ മന്ത്രവാദം തുടങ്ങുന്ന മുമ്പ് 5 മുക്കുള്ളതായ സ്റ്റാറിനെ വരച്ച് ആ 5 മുക്കിലും സ്തോത്രം വിളക്ക് കത്തിച്ചു വെച്ചിട്ടാണ് അവൻ്റെ പരിപാടി തുടങ്ങുന്നത്. 5 മുക്കുള്ള നക്ഷത്രം നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ തെരുവിലൂടെ നടക്കുന്ന ലൂസിഫർ ചിന്തിക്കും, ഇത് നമ്മളെ വീടല്ലയോ. അപ്പോൾ അങ്ങളെ അല്ലെങ്കിൽ ബ്രദറെ, സ്തോത്രം, അപ്പോൾ എന്തോ രീതിയിലോ ആ നക്ഷത്രം ഉദിച്ചെന്ന് പറയുകയും ചെയ്തു. അത് 5 മുക്കുള്ളതല്ല ഉദിച്ചത്. ദാറ്റ് വാസ് ദ സ്റ്റാർ ഓഫ് ഡേവിഡ്. അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ അത്ര ഇരിക്കുവാൻ വരുന്നത്. അവൻ ദാവീദിന്റെ സന്തതി അത്രേ യേശു. അതുകൊണ്ട് സ്റ്റാർ ഓഫ് ഡേവിഡ് അത്രേ അന്ന് ഉദിച്ചത്. സ്റ്റാർ ഓഫ് ഡേവിഡിന് 5 മുക്കല്ല 6 മുക്കത്രേ. സ്റ്റാർ ഓഫ് ഡേവിഡിന് 6 മുക്കത്രേ. ഞാൻ നിങ്ങളെ എല്ലാവരും നോക്കി പറയുന്നു, പെന്തിക്കോസ് പറയാറുണ്ട് നക്ഷത്രം കെട്ടല്ല. ഞാൻ തിരിച്ചു പറയുന്നു, നക്ഷത്രം കെട്ടണം. 365 ദിവസവും, ക്രിസ്മസിന് മാത്രമല്ല, ഡിസംബറിൽ മാത്രമല്ല, 365 ദിവസവും നിന്റെ വീട്ടിലൊരു നക്ഷത്രം ഉണ്ടെങ്കിൽ നല്ലത്. നീയും നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കണം. സ്തോത്രം. അത് 5 മുക്കുള്ള മറ്റേ പിശാചിന്റെ നക്ഷത്രമല്ല, 6 മുക്കുള്ള നക്ഷത്രമായിരിക്കട്ടെ. ഹല്ലേലൂയ. 6 മനുഷ്യന്റെ സംഖ്യ. അത് അണഞ്ഞതല്ല, അത് ശോഭിക്കുന്നത് അത്രേ. അത് നിന്റെ സാക്ഷ്യമാണ്, നിന്റെ ശുശ്രൂഷയാണ്. നക്ഷത്രങ്ങൾ പോലെ ശോഭിക്കുന്നു. ചിലപ്പോൾ മേഘം മറയുമായിരിക്കെ, ചിലപ്പോൾ മേഘം മറയുമായിരിക്കെ. എന്നെ നിന്നെ മറച്ചു കളയുമെന്ന് പറഞ്ഞ് മേഘം, സ്തോത്രം, ചിലപ്പോൾ വരുമായിരിക്കും. പക്ഷെ സാരമില്ല, ദൈവം ഒരു കാറ്റിനെ സൃഷ്ടിക്കും. മനസ്സിലായില്ല? ദൈവം ആ മേഘം വന്ന് മറയ്ക്കുമ്പോൾ തമ്പുരാൻ ഒരു കാറ്റിനെ സൃഷ്ടിക്കും. ആ കാറ്റ് വന്ന് മേഘത്തെ ചിതറിപ്പിക്കും. നക്ഷത്രം വീണ്ടും ദൈവകൃപയാൽ ശോഭിക്കും. കൈയടിക്കുന്ന നേരെ കൈയടിക്ക. സ്തോത്രം. നിന്റെ മേലൊരു കാറ്റ് വീശുന്നു. നിന്നെ മറയ്ക്കുന്ന പ്രതിസന്ധികൾ യേശുവിന്റെ നാമത്തിൽ എന്നേക്കുമായി ഒഴിഞ്ഞു പോകട്ടെ. സ്തോത്രം. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ഏറ്റവും വലിയ കണ്ണുനീർ താഴ്വരയിലൂടെ, ഏറ്റവും വലിയ ദുഃഖത്തിലൂടെ, ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ, ഏറ്റവും വലിയ രോഗങ്ങളുടെ താഴ്വരകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ, കുറ്റാക്കൂരിട്ട് പോലെയെങ്കിൽ, ഭക്തന്മാരുടെ ജീവിതത്തിൽ ഉദയ നക്ഷത്രമായി, മോർണിംഗ് സ്റ്റാർ, ഉദയ നക്ഷത്രമായി യേശു കർത്താവ് ഉദിച്ചു. ജീവിതത്തിൻ്റെ രാത്രികളിൽ അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനത്രേ. സ്തോത്രം. പകൽക്കാലങ്ങളിൽ എല്ലാവരും കൂടെ ഇരിക്കും. നല്ല കാലത്ത് പകൽക്കാലം ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരിക്കും, ഫാൻസും കൂടെ ഉണ്ടായിരിക്കും, റിലേറ്റീവ്സ് കാണും. സ്തോത്രം. അതേ, പകൽക്കാലങ്ങളിൽ എല്ലാവരും കൂടെ ഇരിക്കും. പക്ഷേ ഇന്ന് പകൽ ഞാൻ പറയുന്നത് രാത്രിയിൽ ആരും കൂടെ ഇല്ലാതിരിക്കുമ്പോൾ, എല്ലാവരും കൈവിടുമ്പോൾ, സ്തോത്രം, രക്ഷയില്ലെന്ന് പറയുമ്പോൾ, മനുഷ്യരെല്ലാവരും അകന്ന് നിൽക്കുമ്പോൾ, ഡേ ഡ്യൂട്ടി സ്തോത്രം ചെയ്യുന്നവനായിട്ടല്ല, നിന്റെ ജീവിതത്തിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവനായി കർത്താവ് നിനക്കായി ഇറങ്ങ. അടുത്തിരിക്കുന്നവരെ നോക്കി പറ, അവൻ നൈറ്റ് ഡ്യൂട്ടിക്കാരനാ. പറഞ്ഞാട്ടെ, ദൈവം നൈറ്റ് ഡ്യൂട്ടിക്കാരനാ. ആർക്കും പ്രവർത്തിപ്പാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവ് ഇറങ്ങാണ്. വേദപുസ്തകത്തിൽ 100 കണക്കിന് എക്സാമ്പിൾ പറയാം. ചിലത് പറഞ്ഞ് ഞാൻ നിങ്ങളെ സ്തോത്രം വേഗത്തിൽ പറഞ്ഞയക്കട്ടെ. ബൈബിൾ പറയുന്നു, സ്തോത്രം, ഇതാ 4000 വർഷങ്ങൾക്കും ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിലവിളിക്കുകയാണ്. സ്തോത്രം. ഒരു ദിവസം കർത്താവ് ഇപ്രകാരം പറയുന്നു, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു. ഇപ്പോൾ ഞാൻ അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. എപ്പോഴാണ് ദൈവം അവരെ വിടുവിപ്പാൻ വേണ്ടി ഇറങ്ങിയത്? പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 29-ാം വാക്യത്തിൽ മോശയോട് ദൈവം പറയുന്നു, രാത്രിയിൽ ഞാനിതാ സ്തോത്രം മിസ്രൈം ദേശത്ത് ഇറങ്ങുവാൻ വേണ്ടി പോകുന്നു. ആദ്യ ജാതൻ എന്ന് പറയുന്നത് അവർക്ക്
നമുക്ക് വളരെ പ്രധാനമാണ്. മിസ്രൈമിലെ ഏറ്റവും വലിയ സ്തോത്രം, ഏറ്റവും വലിയ അന്ധകാര ശക്തിക്ക് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും കടിഞ്ഞൂലിനെ നിവേദിച്ചിട്ടുണ്ട്. അക്കാലത്ത് മിസ്രൈമിലുള്ള ഒരു മിഥ്യാധാരണയാണ്, ആ ദേവന്റെ കയ്യിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ സ്തോത്രം ഇതിനെ തൊടുവാൻ ആർക്കും കഴിയത്തില്ല. നിങ്ങൾ 10 ബാധകൾ, മിസ്രൈമിലെ 10 ബാധകളെ കുറിച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, സ്തോത്രം, ആ 10 ബാധകൾ എന്ന് പറയുന്നത് 10 അന്ധകാര ശക്തികളായിരുന്നു. ആ അന്ധകാര ശക്തികളെ ദൈവം ന്യായം വിധിച്ചിട്ടാണ് തന്റെ സന്തതിയെ പുറത്തെടുത്തത്. ഓ, എന്റെ ദൈവം എത്ര വലിയവനാണ്. സ്തോത്രം. അതെ, അക്കാലത്ത് മിസ്രൈമിൽ, അക്കാലത്ത് ഈജിപ്തിൽ ഒരു പ്രത്യേക ദേവത ഇരിക്കും. അവളുടെ 2 കരങ്ങൾ മുന്നിലോട്ടാണ്. മൃഗങ്ങളുടെ ആദ്യജാതനാകട്ടെ, കടിഞ്ഞൂലാകട്ടെ, മനുഷ്യന്റെ ആദ്യജാതനാകട്ടെ, അത് ജനിച്ചു കഴിഞ്ഞാൽ നിശ്ചിത ദിവസത്തിനുള്ളിൽ അതിന്റെ കയ്യിൽ കൊണ്ടു വെക്കും. അവരുടെ ആഗ്രഹം ഇതാണ്, അവരുടെ വിശ്വാസം ഇതാണ്, ഈ ദേവതയുടെ കയ്യിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സെക്കോടാണ്, ആർക്കും തൊടുവാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവ് ഈ പ്രകാരം പറഞ്ഞു, ഏതവന്റെ കയ്യിലിരുന്നാൽ എനിക്ക് തൊടാൻ പറ്റും, പക്ഷെ എന്റെ കയ്യിലിരുന്നാൽ ആരും എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മാറിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് എന്താ ചെയ്ത? വേദപുസ്തകം പറയുന്നു, രാത്രിയിൽ എന്റെ കർത്താവ് ഈജിപ്തിൽ ഇറങ്ങി. രാത്രിയിൽ കർത്താവ് ഇറങ്ങി, കൊട്ടാരത്തിൽ നിന്ന് ഫറവോന്റെ ആദ്യജാതൻ തുടങ്ങി ഇങ്ങ് ദൂരെ പാവപ്പെട്ടവന്റെ തൊഴുത്തിൽ കിടന്ന മൃഗത്തിന്റെ ആദ്യജാതൻ വരെയുള്ള സകലതിനെ ദൈവം രാത്രിയിൽ തകർത്ത് കളഞ്ഞു. നിന്റെ ജീവിതത്തിൽ രാത്രിയിൽ സ്തോത്രം ഒരു ബന്ധനമുണ്ടെങ്കിൽ, ഏറ്റവും വലിയ ഇരുട്ടത്തെങ്കിൽ, ഈ രാത്രിയിൽ നിനക്കൊരു വിടുതലുണ്ട്. ഒരിക്കൽ കൂടെ, ഈ രാത്രിയിൽ നിനക്കൊരു വിടുതലുണ്ട്. ജീവിതത്തിന്റെ അർദ്ധരാത്രിയിൽ നിനക്കൊരു വിടുതലുണ്ട്. എന്നും ഈ പ്രശ്നത്തിന് നീ കണ്ടിന്യൂ ചെയ്യത്തില്ല. സ്തോത്രം. നിന്റെ രാത്രികളിൽ ദൈവം നിനക്ക് എഴുന്നേൽക്കും. ശത്രുക്കൾ ചിതറിപ്പോകും. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. സ്തോത്രം. ബൈബിൾ പറയുന്നു, ആ ജനം പുറത്തു വന്നു. ജീവിതത്തിൽ ആർക്കും പ്രവർത്തിപ്പാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് സകല കോട്ടകളെ, ഫറവോൻ പോലെയുള്ള സാത്താന്യ മണ്ഡലങ്ങൾ നിനക്ക് ചുറ്റും സ്തോത്രം കെട്ടി അടച്ചിരിക്കുമ്പോൾ, ആർക്കും കടക്കാൻ കഴിയാത്ത മേഖലകളിൽ തമ്പുരാൻ ഇറങ്ങി വന്ന് നിനക്ക് പുറത്തു വരുവാൻ കഴിയാത്തതിൽ നിന്ന് നിന്നെ പുറത്തെടുക്കുന്നവനാണ് ദൈവം. ദൈവം നിന്നെ പുറത്തെടുക്കുകയാണ്. കുടുംബമേ, ദൈവം നിന്നെ പുറത്തെടുക്കുകയാണ്. സഹോദരനെ, സഹോദരിയെ, ദൈവം പുറത്തു വരാൻ കഴിയാത്ത വിഷയത്തിൽ നിന്ന് സൂപ്പർ നാച്ചുറലി, പ്രകൃത്യാതീതമായി അവൻ നിന്നെ പുറത്ത് എടുക്കുകയാണ്. രാത്രിയിൽ സ്തോത്രം നിനക്കൊരു വിടുതൽ ഉണ്ട്. വേദപുസ്തകം വീണ്ടും പറയുന്നു, സ്തോത്രം, അതെ, ഒരു രാത്രിയിൽ ദൈവത്തിന് പ്രവൃത്തി ചെയ്ത ഒരുവന് മേൽ വെളിപ്പെടുന്നു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 11 മുതൽ 19 വരെ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 11 മുതൽ 19 വരെ. അവന്റെ സ്തോത്രം, അപ്പൻ തന്റെ വീടിനെ ഇവനെതിരെ അടച്ചു. അപ്പന്റെ ഹൃദയത്തിൽ നിന്ന്, വീട്ടിൽ നിന്നും അവൻ പുറത്തായി. ചേട്ടൻ അവനെ കണ്ടാൽ ഓൺ ദ സ്പോട്ട് കൊന്നുകളയും. സ്തോത്രം. സ്വന്തം വീട് അവന് എതിരാണ്. അപ്പന്റെ ഹൃദയത്തിൽ നിന്നും ചേട്ടന്റെ ഹൃദയത്തിൽ നിന്നും അവൻ പുറത്തായി. ലോകത്തിൽ കാണുന്നതായ സകല സൂര്യന്മാർ അസ്തമിച്ചു. ലോകത്തിന്റെ സൂര്യൻ അസ്തമിച്ചു. ലിറ്ററലി യാക്കോബ് ലൂസ് എന്നറിയപ്പെടുന്ന പട്ടണത്തിൽ എത്തുമ്പോൾ സൂര്യൻ അസ്തമിച്ചു എന്ന് നിങ്ങളുടെ ബൈബിളിൽ കാണുന്നു. ലോകത്തിന്റെ സൂര്യൻ അസ്തമിച്ചു. പ്രതീക്ഷിച്ചതായ സൂര്യൻ അവൻ അസ്തമിച്ചെങ്കിൽ, പഴയ റിലേഷൻഷിപ്പ് തകർന്നെങ്കിൽ, സുഹൃത്തുക്കൾ നിനക്ക് ശത്രുക്കളായി തീർന്നെങ്കിൽ, വീട്ടിൽ നിന്ന് പുറത്തായെങ്കിൽ, ആശ്രയിച്ച കൊമ്പുകൾ ഒടിഞ്ഞു എങ്കിൽ ധൈര്യമായിരിക്കെ. ഈ ലോകത്തിന്റെ സൂര്യൻ അസ്തമിച്ചെങ്കിൽ, ഇതാ അസ്തമിക്കാത്ത ഒരു സൂര്യൻ സ്വർഗം തുറന്ന് നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അറ്റം കാണാത്ത ഒരു ഗോവേണി അസ്തമിച്ച സൂര്യനെ കണ്ട് നെടുവേർപ്പെട്ട യാക്കോബിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. അറ്റം കാണാത്ത ഗോവേണി. ഇന്ന് 2017 ഫെബ്രുവരി മാസം 19-ാം തീയതിയാണ്. ഇന്നേ നീ കണ്ടല്ലോ. 20 നീ കണ്ടില്ല, 29, 28 നീ കണ്ടില്ല, മാർച്ച് നീ കണ്ടില്ല, അടുത്ത വർഷം നീ കണ്ടില്ല. ഞാൻ യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറയട്ടെ, സ്തോത്രം, ഉദയ സൂര്യൻ നിന്റെ ഭാവിയെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ ജനിച്ച സന്താനത്തിന്റെയും ജനിക്കാത്ത സന്തതിയുടെയും ഭാവിയെ ഉദയ സൂര്യൻ കണ്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ ചുറ്റുമുള്ളതായ സൂര്യന്മാർ സ്തോത്രം അസ്തമിക്കുമ്പോൾ അസ്തമിക്കാത്ത സൂര്യൻ ഒരു ഗോവേണിയെ നിന്റെ അടുക്കൽ സ്തോത്രം ഇറക്കി വെക്കുകയാണ്. കുഞ്ഞെ, അത് കുഴിയിലോട്ട് ഇറങ്ങുന്നതായ സ്തോത്രം ഗോവേണിയല്ല. നിന്റെ അപ്പനും നിന്റെ വലിയപ്പനും നിന്റെ പൂർവികർ ആരും കണ്ടിട്ടില്ലാത്ത ഒരു കയറ്റത്തിന്റെ ഗോവേണി അത്രേ. കമോൺ, ഒരു കയറ്റത്തിന്റെ ഗോവേണി അത്രേ. ഇന്ന് പകൽക്കാലം ഈ കോൺഗ്രിഗേഷൻ നോക്കി യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കട്ടെ, നീ താഴ്ചയല്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കുക. യെസ്, നീ താഴ്ചയല്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കുക. നീ താഴ്ചയല്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കുക. സ്തോത്രം. നീ സ്നാനപ്പെട്ടപ്പോ, നീ രക്ഷിക്കപ്പെട്ട പാരാണ്ട് പറഞ്ഞ
പറഞ്ഞ വേണ്ട പെന്തിക്കോസിച്ച് പോകുന്നു, വേണ്ട തുത്തു പോകുന്നു, വേണ്ട ഹല്ലേലൂയ പോകുന്നു എന്ന് ആക്ഷേപിച്ചവരുടെ മുൻപിൽ ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വലിയൊരു അന്തരത്തെ ദൈവം നിന്റെ മുൻപിൽ ഇതാ വെളിപ്പെടുത്തുവാൻ വേണ്ടി പോകുന്നു. നീ താഴ്ചയല്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. ലോകത്തിന്റെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ദൈവം നിന്റെ വിദ്യാഭ്യാസത്തിൽ, ദൈവം നിന്റെ പ്രൊഫഷണൽ, ദൈവം നിന്റെ കരിയറിൽ, ദൈവം നിന്റെ ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം നിന്നെ ഉയർത്തുവാൻ പോകുന്നു. ഇത് ഉയർച്ചയുടെ നാളുകൾ. എത്ര പേർ ആമേൻ പറയ്? സ്തോത്രം. അതേ ഉദയ സൂര്യനെ ഞാൻ നിനക്കായി നൽകും. ധൈര്യമായിരിക്കെ. ഇരുട്ടത്ത് നിനക്കൊരു പുറപ്പാടുണ്ട്. ഇരുട്ടത്ത് നിനക്കൊരു ഉയർച്ചയുണ്ട്. നിന്റെ ഈ ഇരുട്ട് തിന്മയെന്ന് മനുഷ്യൻ വെല്ലുവിളിക്കുമ്പോൾ കർത്താവ് പറയുന്നു, നന്മയത്രേ, നിന്റെ ഇരുട്ടത്ത് നിനക്കൊരു ഉയർച്ചയുണ്ട്, നിന്റെ ഇരുട്ടത്ത് നിനക്കൊരു പുറപ്പാടുണ്ട്. തീർന്നില്ല. വേദപുസ്തകം വീണ്ടും പറയുന്നു, സ്തോത്രം. അതെ, എല്ലാ അഭിഷിക്തന്മാരെ നോക്ക്, സ്തോത്രം. എല്ലാ ദൈവമക്കളുടെ ജീവിതത്തിൽ നോക്ക്, അവിടെയെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് സ്തോത്രം പല സന്ദർഭത്തിൽ ഇരുട്ടത്തത്രേ. എലീശ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാസൻ ഇപ്രകാരം ശമരിയെ നോക്കി ഇങ്ങനെ പ്രവചിച്ചു, നാളെ ഈ നേരമാകുമ്പോൾ ശമരിയുടെ അവസ്ഥ മാറുവാൻ വേണ്ടി പോവുകയാണ്. പട്ടണം മാറാൻ പോകുന്നെന്നാ പറയുന്നത്. പട്ടണം മാറാൻ പോവാ. ക്ഷാമം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ശമരിയെ ഇതാ സ്തോത്രം നാളെ ഈ നേരമാകുമ്പോൾ സ്തോത്രം അവസ്ഥ മാറാൻ പോകുകയാണ്. എന്നാൽ സ്തോത്രം അതിനു വേണ്ടി ദൈവം ഇതാ 4 കുഷ്ഠരോഗികളെ ദൈവം പ്രയോജനപ്പെടുത്തി. ഒരു പട്ടണത്തിന്റെ അവസ്ഥ മാറ്റാൻ ആരെയും പ്രയോജനപ്പെടുത്താൻ ദൈവത്തിന് കഴിയാം. പട്ടണം സ്തോത്രം മൈതാനം നിറയ്ക്കുന്ന വലിയ പ്രാസംഗികൻ വരണമെന്നില്ല. തൻ്റെ മഹത്വം മറ്റൊരുത്തിന് വിട്ടുകൊടുക്കാത്ത ദൈവത്തിന് പട്ടണത്തിന്റെ സ്ഥിതി മാറ്റുവാൻ ഏതവനെയും പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയാം. ശമരിയയിലെ അവരെ ഇതാ ആരാം സൈന്യത്തിന്റെ പാളയത്തിലേക്ക്, സിറിയൻ സൈന്യം വന്നു കിടക്കുന്ന പാളയത്തിലേക്ക് അവരിതാ കയറി ചെന്നിരിക്കുന്നു. സിറിയൻ പാളയത്തിലേക്ക് അവർ കയറി ചെന്നപ്പോൾ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ആരും ഓടിക്കാതെ ദുഷ്ടനിതാ ഓടിപ്പോയിരിക്കുന്ന സിറിയൻ പട്ടാളത്തെ ദൈവം ഓടിപ്പിച്ചു കളഞ്ഞു. യുദ്ധങ്ങളെ ചെയ്യുവാൻ കഴിയുന്നതാ യുദ്ധങ്ങളെ ദൈവം കുറച്ച് മേഘത്തെ എടുത്ത് തമ്മിൽ കൂട്ടിമുട്ടിപ്പിച്ച് ഇടിനാദം കേൾപ്പിച്ച് അവരെ ഓടിപ്പിച്ചു കളഞ്ഞു. ദൈവത്തിന് കുറച്ച് മേഘം മതി നിന്റെ ശത്രുവിനെ ഈ 7 വഴിയായി ചിതറിപ്പിച്ചു കളവാൻ. ദൈവത്തിന് കുറച്ച് മേഘം മതി. എത്ര പേർക്ക് മനസ്സിലായി? ആ മേഘങ്ങളെ കൂട്ടി ഇടിപ്പിച്ചപ്പോൾ ഭയങ്കര ഇടിനാദം കേട്ടു. ആരാം സൈന്യം ഓടിപ്പോയി. കുഷ്ഠരോഗികൾ തട്ടി അപ്പോയിന്റ്മെന്റ് തരുമോ, 2 മിനിറ്റ് സംസാരിക്കട്ടോ, ക്യാൻ ഐ കം ഇൻസൈഡ് എന്ന് ചോദിച്ചിട്ടല്ല അവർ ആ പാളയത്തിലേക്ക് പോയത്. ഇറ്റ് വാസ് എ ഫ്രീ വാക്ക്. ഇറ്റ് വാസ് എ ഫ്രീ വാക്ക്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആ ഏതോ വ്യക്തികളെ നോക്കി കർത്താവ് പറയുന്നു, നിനക്കൊരു പ്രോഗ്രസ് ഉണ്ട്, നിനക്കൊരു പ്രൊമോഷൻ ഉണ്ട്, അത് നിനക്കൊരു ഫ്രീ വാക്കായിരിക്കും. സ്തോത്രം. അവരിതാ നടന്നു കയറി സ്തോത്രം മുഴുവൻ തിന്നു. മുഴുവൻ ആഹാരം തിന്ന് വയറ് നിറച്ചപ്പോൾ പറഞ്ഞു, അയ്യോ സ്തോത്രം, ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ. നേരം പുലരുന്നവരെ കാത്തിരുന്നാൽ നമുക്ക് കുറ്റം വരാം. നേരം പുലരുന്നവരെ കാത്തിരിക്കാൻ പറ്റത്തില്ല. ഈ ക്ഷാമം ക്ഷേമമാക്കിയാണ്. ഇരുട്ടത്ത് ഇത് അർദ്ധരാത്രി എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ ഇത് ക്ഷാമമല്ല കുഞ്ഞേ. കണ്ടിട്ടില്ലാത്ത ഉറവകൾ നിനക്കായി തുറക്കുകയാണ്. ആലമാര വീണ്ടും നിറയുവാൻ പോകുകയാണ്. ആ പേഴ്സ് വീണ്ടും നിറയുവാൻ പോകുകയാണ്. കലത്തിലെ മാവ് കുറയുകയില്ല, ഭരണിയിലെ എണ്ണ തീർന്നു പോകുകയില്ല. യേശുവിന്റെ നാമത്തിൽ നീ പാചകം ചെയ്യാത്ത ആഹാരം, നീ ചിന്തിക്കാത്ത വസ്ത്രം, സ്തോത്രം, നീ പ്രാർത്ഥിക്കാത്ത വിടുതൽ, ദൈവത്തിന്റെ കരുതൽ നിന്നിലേക്ക് യേശുവിന്റെ നാമത്തിൽ പെയ്തിറങ്ങുന്നു. കടം വാങ്ങാൻ നീ കൈ നീട്ടിയെങ്കിൽ നിന്റെ അവസാനത്തെ കടം വാങ്ങലത്രേ കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്. ഈ ഇരുട്ടത്ത് ദൈവത്തിന്റെ കരുതൽ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. 2 കരങ്ങളെ ഉയർത്തി. ഇത് കടം വാങ്ങുന്ന കരങ്ങളല്ല കുഞ്ഞെ, ഇത് കരുതലിന്റെ കരങ്ങളത്രേ. ഇത് കരുതലിന്റെ കരങ്ങളത്രേ. വർഷങ്ങൾക്ക് മുമ്പ് JV പീറ്റർ എന്ന ദൈവത്തിന്റെ ദാസൻ സ്തോത്രം ഒരു ദിവസം തൻ്റെ സ്റ്റുഡിയോയുടെ പണി നടക്കുകയാണ്. 15 ലക്ഷം രൂപ അദ്ദേഹത്തിന് അന്ന് ആവശ്യമാണ്. പ്രോബ്ലി യു ഹേർഡ് അബൌട്ട് ദിസ്. 15 ലക്ഷം രൂപ തനിക്ക് അന്ന് സ്തോത്രം ആവശ്യമാണ്. 15 ലക്ഷം രൂപ കിട്ടിയില്ലെങ്കിൽ സ്റ്റുഡിയോയുടെ തുടർന്നുള്ള പണി, സ്റ്റുഡിയോ മീൻസ് ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ അല്ല, റെക്കോർഡിംഗ് സ്റ്റുഡിയോ. സ്തോത്രം. അതെ, ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ അല്ല. അദ്ദേഹം പാട്ടുകാരനാണല്ലോ JV പീറ്റർ. റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ പണി നിർത്തിവെക്കണം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സ്തോത്രം, താൻ വളരെ ഭാരപ്പെട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇതാ യാത്ര ചെയ്യുകയാണ്. ഭക്ഷണം കഴിപ്പാൻ ഒരു ഹോട്ടലിലേക്ക് കയറി. ആ ഭക്ഷണം കഴിപ്പാൻ ഹോട്ടലിലേക്ക് കയറിയപ്പോൾ ഒരു പോസ്റ്റർ സ്തോത്രം താൻ കണ്ടു. നല്ലൊരു പൂച്ച, വെളുത്ത പൂച്ച. സ്തോത്രം. അതെ, ഒരു നല്ലൊരു ഭരണി കിടക്കുന്ന ഒരു ഗോൾഡൻ ഫിഷിൽ നോക്കി ഇങ്ങനെ വായിൽ വെള്ളം ഊറി ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ എത്ര പേർ കണ്ടിട്ടുണ്ട്? നല്ലൊരു പൂച്ച
ഒരു ഗോൾഡൻ ഫിഷിനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന പോസ്റ്റർ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ചന്തയിലല്ല, പകരം സ്തോത്രം ഒരു ഭരണിയിൽ ഗോൾഡൻ ഫിഷിനെ നോക്കി ഒരു പൂച്ചയിരിക്കുന്ന പോസ്റ്റർ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ആ പോസ്റ്ററിലേക്ക് ദൈവത്തിൻ്റെ ദാസൻ നോക്കുമ്പോൾ കർത്താവ് ഇപ്രകാരം പറഞ്ഞ്, സ്തോത്രം, നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. ആ ചായക്കടയിരുന്ന് പേപ്പർ എടുത്ത ദൈവത്തിൻ്റെ ദാസൻ എഴുതി, കഷ്ടങ്ങളിൽ ഉറ്റ തുണയേശു, കണ്ണുനീർ അവൻ തുടയ്ക്കുക. സ്തോത്രം. യെസ്, നിന്റെ ജീവിതത്തിൻ്റെ ഇരുട്ടത്ത് നീ ചിന്തിക്കാത്തത് ദൈവം നിനക്കായി ഒരുക്കും. എന്താ സംഭവിച്ചത്? സ്തോത്രം. ആ വൈകുന്നേരമാകുമ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരു സഹോദരൻ വിളിച്ചിട്ട് ഇപ്രകാരം പറയുകയാണ്, പീറ്റർ ബ്രദറെ, നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല. നിങ്ങളുടെ നമ്പർ കിട്ടാൻ ഞാൻ ഒത്തിരി വിഷമിച്ചു. സ്തോത്രം. ആരോണ് എനിക്ക് നമ്പർ കിട്ടിയത്? ഇന്ന് സ്തോത്രം, ഇന്ന് അതേ കഴിഞ്ഞ രാത്രി ഞാൻ കിടന്നുറങ്ങിയിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് കൃത്യം 15 ലക്ഷം രൂപ ഞാൻ അയച്ചു തരണമെന്ന്. 15 ലക്ഷം രൂപ അയച്ചു തരണമെന്ന് സംസാരിക്കുന്ന അതേ നേരത്ത് ഒരുത്തൻ്റെ ഉറക്കം കെടുത്തിയിട്ട് ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇത് കഥയല്ല, ഇത് കഥാപുസ്തകമല്ല. വിശ്വാസ ജീവിതം എന്ന് പറയുന്ന ഓരോ സ്റ്റെപ്പും അത്ഭുതമാണ്. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ നാം നടക്കുന്നത്. ഉദയ നക്ഷത്രം ഉദിക്കുകയാണ്. ക്ഷാമങ്ങൾ ക്ഷേമമാകാൻ ഉദയ നക്ഷത്രം ഉദിക്കുകയാണ്. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാടേ. ബൈബിൾ പറയുന്നു, ശമരിയുടെ ക്ഷാമം മാറി. കേൾക്ക് പിതാവേ, മാതാവേ, സഹോദരിയെ, കുടുംബങ്ങളെ, ശമരിയ എന്ന പട്ടണത്തിന്റെ ക്ഷാമം മാറ്റിയ ദൈവത്തിന് എത്രയധികം നിന്റെ അവസ്ഥ മാറ്റുവാൻ കഴിയും. നിന്റെ തലമുറയുടെ അവസ്ഥ മാറ്റുവാൻ തക്കോണം കഴിയുക. യേശുവിൻ്റെ നാമത്തിൽ അർദ്ധരാത്രിയിൽ സ്നേഹിതനായി വെളിപ്പെടുന്നതായ ഉദയ നക്ഷത്ര. സ്തോത്രം. തീർന്നില്ല. വേദപുസ്തകം പറയുന്നു, എല്ലാ അഭിഷിക്തന്മാരുടെ ജീവിതത്തിലും ഒരു അർദ്ധരാത്രിയുണ്ട്. എല്ലാ ശുശ്രൂഷകരുടെ ജീവിതത്തിലും അർദ്ധരാത്രിയുണ്ട്. സ്തോത്രം. സംഖ്യാപുസ്തകം 17-ാം അധ്യായം 6-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, ഇതാ സ്തോത്രം, അഹരോൻ എന്ന മഹാപുരോഹിതൻ, അവൻ ലേവിയ ഗോത്രത്തിൻ്റെ ലീഡറാണ്. ലേവിയ ഗോത്രത്തിൻ്റെ ലീഡറായ അഹരോൻ എന്ന മഹാപുരോഹിതൻ തൻ്റെ ശുശ്രൂഷയുമായി മുന്നോട്ട് പോകുമ്പോൾ 11 ഗോത്രം ഒരുമിച്ച് സംഘടിച്ച്, അതുവരെ പല കാര്യങ്ങളിൽ ഭിന്നിച്ചിരുന്നു. 11 ഗോത്രം ഒരുമിച്ച് സംഘടിച്ചിട്ട് ഓടി ടാബർനാക്കിൾ, സമാഗമന കൂടാരത്തിൽ ഓടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളും മഹത്വത്തിന് കീഴിലുള്ളവരാണ്, ഞങ്ങളും മന്ന തിന്നുന്നവരാണ്, ഞങ്ങൾക്കും ഈ കൂടാരം ശുശ്രൂഷിക്കണം. അവൻ്റെ ഉള്ളുകാളി. കാരണം അവൻ്റെ ഒരേ ഒരു വരുമാനം സ്തോത്രം ഈ ശുശ്രൂഷയാണ്. അവന് ബാർലി ഫീൽഡില്ല, അവന് വൈൻ പ്രസ് ഇല്ല, അവന് മുന്തിരിത്തോട്ടമില്ല, അവന് ഒലിവ് തോട്ടമില്ല. അവന് ശുശ്രൂഷകനായതുകൊണ്ട് ലേവിയ ഗോത്രത്തെ നോക്കി കർത്താവ് പറഞ്ഞു, ഞാൻ മാത്രമായിരിക്കും നിൻ്റെ ഓഹരി, ഞാനാണ് നിൻ്റെ ഓഹരി. അവൻ്റെ ശുശ്രൂഷ പോയാൽ അടുത്ത ദിവസം അവൻ പട്ടിണി കിടക്കുവാൻ വേണ്ടി പോവുകയാണ്. ആ 11 ഗോത്രം നിന്ന് വെല്ലുവിളിക്കുമ്പോൾ മോശ പറഞ്ഞു, ഓക്കെ, ഒരു കാര്യം ചെയ്യ്, സ്തോത്രം, അതെ, ഒരു കാര്യം ചെയ്യ്, നമുക്കിവിടെ 11 ഗോത്രം ഒരുമിച്ചല്ലേ നിൽക്കുന്നത്, നമുക്കൊരു എലക്ഷൻ വയ്ക്കാം എന്നല്ല പറയുന്നത്. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് എലക്ഷൻ എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ പിശാച്, യേശുവിൻ്റെ നാമത്തിൽ ഇത് മനുഷ്യന്റെ എലക്ഷന്റെ ദിവസങ്ങളല്ല, ഇത് ദൈവത്തിന്റെ സെലക്ഷന്റെ സ്ഥലമത്രേ. ഇതിനകത്ത് ജനാധിപത്യമല്ല, ദൈവസഭയിൽ നടക്കുന്നത് ദൈവാധിപത്യമത്രേ. കേൾക്കുന്നവർ മാത്രമേ 2 കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ആമേൻ. സ്തോത്രം. ദൈവാധിപത്യം മാത്രമേ. മോശെ ഇപ്രകാരം മറ്റൊരു അടയാളമാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ് ദ ലോർഡ് കൺഫേം ദാറ്റ് ഹു ഹാസ് ബീൻ സെലക്ടഡ് ബൈ ഹിം. ദൈവത്താൽ ആരാണ് സെലക്ട് ചെയ്തതെന്ന് ദൈവം തന്നെ തെളിയിക്കട്ടെ. ദൈവം തെളിയിക്കട്ടെ, മനുഷ്യനല്ല, ഗൂഢാലോചന വിദഗ്ധന്മാരല്ല, ദൈവം തെളിയിക്കട്ടെ. മഞ്ഞപത്രമല്ല, ദൈവം തെളിയിക്കട്ടെ. ദൈവമാരെയാണ് തിരഞ്ഞെടുത്തത്. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുകയാണ്. ഇരുട്ട് വ്യാപരിക്കുന്ന ആ ദിവസത്ത് സാക്ഷി കൂടാരത്തിന് മുമ്പിൽ അഹരോന്റെ വടിയെ ഇതാ വയ്ക്കുന്നു. മത്സരികളുടെ വടികളുടെ കൂട്ടത്തിൽ അഹരോന്റെ വടിയിരിക്കുകയാണ്. മത്സരികളുടെ വടിയുടെ കൂട്ടത്തിൽ അഹരോന്റെ വടിയിരിക്കുകയാണ്. സ്തോത്രം. ഉദയ സൂര്യൻ ഇതാ ഒന്നിന്റെ മേൽ പ്രകാശിച്ചു. 11 ഗോത്രങ്ങളുടെ 11 ഗോത്രപിതാക്കന്മാരുടെ വടി ഒരു വ്യത്യാസമില്ല. ദൈവം തിരഞ്ഞെടുക്കാത്തവന് ഒരു വ്യത്യാസമില്ലാതെ ആദിയിൽ ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ
ആരും ആമേൻ പറഞ്ഞില്ലേ? സ്തോത്രം. അതെ, ദൈവം തിരഞ്ഞെടുക്കാത്തവൻ അതേപോലെ ഇരുന്നപ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവൻ്റെ ദൈവിക അഭിഷേകം, ദൈവിക നിയോഗമുള്ളവൻ്റെ വടിയിൽ മാത്രം സ്തോത്രം ഇതാ കണ്ടിട്ടില്ലാത്തൊരു തളർപ്പ്, വിടർന്നിട്ടില്ലാത്തൊരു പൂവ്, കായ്ച്ചിട്ടില്ലാത്ത പുതിയൊരു കായ്. എപ്പോഴാണത് വളർന്നത്? രാത്രിയിൽ അത്രേ. ഞാൻ വീണ്ടും പറയും, കണ്ടിട്ടില്ലാത്ത തളർപ്പ്, സ്തോത്രം, അത് വിടർന്നിട്ടില്ലാത്തൊരു പൂവ്, ഉണ്ടായിട്ടില്ലാത്ത പുതിയൊരു കായ്. അഹരോനെ സ്തോത്രം, ഒറ്റ രാത്രി കൊണ്ട് 3 കാര്യങ്ങൾ ഇതാ സംഭവിക്കുകയാണ്. യഹൂദ റബിമാർ പറയും ഇത് നടക്കണമെങ്കിൽ 9 മാസം വേണം. പക്ഷേ അഹരോൻ പറയും മറ്റുള്ളവന്റെ ശുശ്രൂഷയിൽ, മറ്റുള്ളവന്റെ ജീവിതത്തിൽ 9 മാസം എടുത്തെങ്കിൽ എന്റെ കണ്ണുനീർ കണ്ടാൽ കടന്നു പോകാത്ത എന്റെ കർത്താവ് ഒറ്റ രാത്രി കൊണ്ടാണ് അമർത്തി കുലുക്കി കവിഞ്ഞു വരുന്ന അളവിൽ എന്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞു തന്നത്. ഒറ്റ രാത്രി കൊണ്ട് കണ്ടിട്ടില്ലാത്ത തളിർപ്പ്, കണ്ടിട്ടില്ലാത്ത പൂവ്, കണ്ടിട്ടില്ലാത്ത കായ്. യേശുവിന്റെ നാമത്തിൽ അർദ്ധരാത്രിയിൽ, രാത്രിയിൽ അത്രേ അഹരോന്റെ വളരെ തളർത്തത്. കേൾക്കണമേ സഹോദരങ്ങളെ, ഉദയ സൂര്യൻ നിന്റെ രാത്രിയിൽ, സ്തോത്രം, നിന്റെ രാത്രികളിൽ നിന്നെ വളർത്തുന്നവൻ അത്രേ. വിശ്വസിക്കുന്ന 2 കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഈ മുന്നിലിരിക്കുന്ന കുട്ടികളപ്പോ ചോദിക്കുക, അങ്കിളെ ഞങ്ങളുടെ ബയോളജി ടീച്ചർ പറഞ്ഞത് ഫോട്ടോസിന്തസിസ് എഫക്റ്റ്, without having the sunlight, the plant cannot grow. സ്തോത്രം. അതെ, സൂര്യപ്രകാശമില്ലാതെ ഈ സസ്യത്തിന് തറയ്ക്കാൻ പറ്റത്തില്ല. എന്നാൽ അഹരോൻ പറയും, my growth is not a natural growth, but my growth is not by might, not by power, but by the Spirit of God. എന്റെ വളർച്ച സൈന്യം കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല. എല്ലാ വാതിലുകളും അറിഞ്ഞപ്പോ, ഭയങ്കര വെല്ലുവിളി പൊങ്ങിയപ്പോ, 11 ഗോത്രം എന്റെ അഭിഷേകത്തെ ചോദ്യം ചെയ്തപ്പോ, whole congregation നിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് വേണ്ടടാന്ന് വെല്ലുവിളിച്ചപ്പോ, നിന്റെ പ്രസംഗം ഞങ്ങൾക്ക് വേണ്ടടാന്ന് നിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് വേണ്ടടാന്ന് വെല്ലുവിളിച്ചപ്പോ, അർദ്ധരാത്രിയിൽ എന്റെ താമ്പുരാൻ മിണ്ടാതിരുന്നില്ല. അവൻ പറഞ്ഞു, മറ്റുള്ളവർക്ക് മാസങ്ങൾ കൊണ്ട് നടക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് നിന്നിലൂടെ ഞാൻ പുറത്തെടുക്കുവാൻ വേണ്ടി പോകുന്നു. Come on, Christ Center, നിനക്കൊരു വളർച്ചയുണ്ട്. ഫ്രണ്ട് റോ മുതൽ ലാസ്റ്റ് റോ വരെ ആർപ്പിട്ട് ദൈവത്തെ സ്തുതിക്ക്. ഈ പട്ടണത്തിൽ, ഈ രാജ്യം കുനിഞ്ഞു നോക്കുന്ന ഏഷ്യൻ ചർച്ച് കണ്ടിട്ടില്ലാത്ത ഒരു ഭയങ്കര വളർച്ചയ്ക്കായി കരങ്ങളെ അടിച്ച് ജനം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. സൂപ്പർ നാച്ചുറൽ ഗ്രോത്ത് യേശുവിന്റെ നാമത്തിൽ. അർദ്ധരാത്രികൾ പൊളിഞ്ഞു പോകാതെ, അർദ്ധരാത്രികൾ സ്തോത്രം തളർക്കുന്നവൻ യേശുവിന്റെ നാമത്തിൽ. ഇതിനകത്തിരിക്കുന്ന ആരൊക്കെയോ ജീവചരിത്രം എഴുതുമ്പോൾ പറയും, ഞങ്ങൾ വളർന്നത് നന്മയ്ക്കല്ല, ഞങ്ങൾ വളർന്നത് നല്ല കാലത്തല്ല, ഞങ്ങൾ വളർന്നത് തിന്മയുടെ കാലത്തത്രേ. ആരോ തന്ന സപ്പോർട്ടിലല്ല, ആരോ സ്തോത്രം ആരുടെയോ ഭയങ്കരമായ ഹൈവേ ഒരുക്കിയത് കൊണ്ടല്ല. ജീവിതത്തിൽ എല്ലാം തീർന്നു, എല്ലാം തകർന്നു, എല്ലാം അസ്തമിച്ചു എന്ന് ചിന്തിച്ച സമയത്തത്രേ അഹരോന്റെ ദൈവം, അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കുന്നവനായ ദൈവം, ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങളെ വളർത്തിയത്. കമോൺ ജനം, ഈ പകൽ ദൈവത്തെ സ്തോത്രം പറഞ്ഞാട്ടെ. രാത്രിയിലെ സ്നേഹിതായി ഇറങ്ങുന്ന നീതി സൂര്യൻ, ഞാൻ നിനക്ക് ഉദയ നക്ഷത്രത്തെ തര്. അവസാനമായി ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിങ്ങളെ പറഞ്ഞു വിടട്ടെ. സ്തോത്രം. ജീവിതത്തിന്റെ അർദ്ധരാത്രികളിൽ നീ ഡിസ്കറേജ് ആയിരിക്കുക.